സഹോദരങ്ങളെ, പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിൽ ഊന്നി സംക്ഷിപ്തമായി ഇവിടെ വിഷയം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തര സെഷനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നേരത്തെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരിക്കലും ചോദ്യം ചോദിച്ച് തറപറ്റിച്ച് ജയിച്ച് തോൽപ്പിച്ച് അങ്ങനെ ഒരു ശക്തി തെളിയിക്കാനും സ്ഥാപിക്കാനുമുള്ള ഒരു വേദിയായി ആരും ഇതേ കാണേണ്ടതില്ല. നേരെ മറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അവയെ ഉള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനുള്ള ഒരു ദീനി വിജ്ഞാന വേദി മാത്രമായി നാം ഇതിനെ കാണുക. വളരെ ചുരുക്കി വിഷയങ്ങളിൽ ഊന്നി ചോദിക്കാൻ ചോദ്യകർത്താക്കൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേർക്ക് ഉത്തരം അറിയുമെങ്കിൽ മാത്രം ഇൻഷാ അല്ലാഹ് അതിന്റെ ഉത്തരം ഞങ്ങൾ പറയും. അറിയാത്ത കാര്യമാണെങ്കിൽ അത് അറിയില്ല എന്ന് തുറന്ന് ഇവിടെ സമ്മതിക്കും. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് പഠിച്ച് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് വായിച്ച് പിന്നീട് അത് ആ ചോദ്യകർത്താക്കളെയോ സംഘാടകരെയോ അറിയിക്കുകയും ചെയ്യും എന്നത് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. എല്ലാം അറിയുമെന്ന നാട്യവും ജാടയും ഞങ്ങൾക്കാർക്കുമില്ല. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ശ്രമിക്കുന്ന, ദീനി രംഗത്ത് സേവനം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, മതരംഗത്തുള്ള ദീനിയായ ഇൽമ് തേടുന്ന തുല്ലാബുൽ ഇൽമ് മതവിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിലെ ഞങ്ങളെ കാണുന്നുള്ളൂ. ലോകത്തിലെ എല്ലാ കിതാബും കണ്ടവരോ എല്ലാം വായിച്ചവരോ ഒന്നുമല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായ ചോദ്യങ്ങൾ വരട്ടെ. അതിന് കഴിവിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദീകരണം നൽകാൻ ശ്രമിക്കാം. മുമ്പിൽ ചോദ്യകർത്താക്കൾക്കുള്ള പ്രത്യേകമായ ഇരിപ്പിടങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. ഒരാൾക്ക് ഇത്രയേ ചോദിക്കാവൂ എന്ന് പ്രത്യേകം നിയമമൊന്നുമില്ല. തൊട്ട് പിറകിൽ ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ചോദ്യകർത്താക്കൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ എന്ന് മാത്രം ഉപദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 10 മണി വരെയാണ് നാം നിശ്ചയിച്ചിട്ടുള്ള സമയം. അതുവരെ കഴിവിന്റെ പരമാവധി ആളുകൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം കിട്ടാവുന്ന രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ഉപദേശത്തോടുകൂടി ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് 72 സംഘമുണ്ട്. 72 സംഘം. അതില് ഈ മുജാഹിദ് ഏത് വിഭാഗം മുജാഹിദാണ് സ്വർഗത്തിൽ കടക്കുന്ന ആള്? അത് മുജാഹിദ് എത്ര വിഭാഗം? 14 വിഭാഗത്തുണ്ട്. ആദ്യം ഒരു മുജാഹിദ് വിഭാഗത്തിന്റെ സ്വർഗത്തിൽ കടന്നുള്ളൂ. 14 വിഭാഗത്തിൽ ഏത് വിഭാഗമാണ് സ്വർഗത്തിൽ കടക്കുന്നത്? അൽഹംദുലില്ലാഹ്, അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കാരണവരുടെ ചോദ്യമാണ്. പേരിൽ മുജാഹിദ് എന്ന് പറഞ്ഞാലും സുന്നി എന്ന് പറഞ്ഞാലും ആ പേരുകൊണ്ട് മാത്രം നരക സ്വർഗങ്ങൾ നിശ്ചയിക്കപ്പെടാവതല്ല. ഒരാൾ പേരിൽ മുജാഹിദായി എന്നാൽ ശരിയായ മുജാഹിദാകുന്നുമില്ല എങ്കിൽ അയാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല. പേരിൽ സുന്നിയായി യഥാർത്ഥത്തിൽ സുന്നത്ത് പ്രകാരം അയാൾ ജീവിക്കുന്നില്ല എങ്കിലും സ്വർഗപ്രവേശനം സാധ്യമല്ല. നേരെ മറിച്ച് സ്വർഗത്തിലേക്കുള്ളവർ ആര് എന്ന ചോദ്യത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ മറുപടി പറഞ്ഞിട്ടുണ്ട്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഇന്ന് ഞാനും എന്റെ സ്വഹാബിമാരും ഏതൊരു വഴിയിലാണോ ജീവിക്കുന്നത് ആ വഴി സ്വീകരിക്കുന്നവരാരോ അവരാണ് സ്വർഗാവകാശികൾ എന്നാണ്. അത് സംഘടന മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല സ്വർഗപ്രവേശനം എന്നത്. ഒരു സംഘടന മെമ്പർഷിപ്പ് ഇല്ല എന്നത് കൊണ്ട് നഷ്ടപ്പെടുന്ന ഒന്നുമല്ല. നേരെ മറിച്ച് വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആദർശങ്ങളിൽ, കർമ്മങ്ങളിൽ, സംസ്കാരങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബിമാരും ഏതൊരു മാതൃകയാണോ ഏതൊരു പാതയാണോ നമ്മെ പഠിപ്പിച്ചത് ആ പാത സ്വീകരിക്കുന്നുവെങ്കിൽ അവന്റെ പേരാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് എന്നുള്ളത്. അങ്ങനെ ആരാണോ മുജാഹിദ് ആകുന്നത് അവർക്ക് ഇൻഷാ അല്ലാഹ് അത് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല പേരിൽ മുജാഹിദായി പ്രവാചകരുടെ മാതൃക അവൻ പിൻപറ്റുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിശ്വാസം അവൻ സ്വീകരിക്കുന്നില്ല, ആ വഴിയിലൂടെ അവൻ നീങ്ങുന്നില്ല എങ്കിലും
ഇനി പേരിൽ സുന്നിയായി പക്ഷെ സുന്നത്തുമായി അതൊരു ബന്ധവുമില്ല എങ്കിലും അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. കേവല ഒരു പേര് കൊണ്ടോ കേവല മെമ്പർഷിപ്പ് കൊണ്ടോ കേവലമായ അവകാശവാദങ്ങൾ കൊണ്ടോ സ്ഥിരപ്പെടുന്ന ഒന്നല്ല സ്വർഗ നരകങ്ങൾ. അതേസമയം ബിദ്അത്തിന്റെ വാഹകരായി മാറുന്നുവെങ്കിൽ, ശിർക്കിന്റെ വാഹകരായി മാറുന്നുവെങ്കിൽ അവൻ സുന്നിയാണെങ്കിലും മുജാഹിദാണെങ്കിലും അത് തെറ്റായ മാർഗം തന്നെയാണ്. ഇസ്ലാമിലില്ലാത്ത പിൽക്കാലത്ത് കടന്നു വന്ന നബിദിനാഘോഷം പോലുള്ള ബിദ്അത്തായ കാര്യങ്ങൾ, ശിർക്ക് ഉൾക്കൊള്ളുന്ന പദ്യ ഗദ്യങ്ങൾ, അതൊക്കെ സ്വീകരിക്കുന്ന ഒരാൾ അയാൾ പേരിൽ മുജാഹിദായി വിചാരിക്കാം, എന്നാൽ അത് ബിദ്അത്തല്ലാതിരിക്കില്ല. ചെയ്യുന്ന ഒരാൾ സുന്നിയായി വിചാരിക്കുക, അതുകൊണ്ട് അത് ബിദ്അത്തല്ലാതിരിക്കില്ല. ആര് ചെയ്യുന്നുവെന്നതല്ല എന്ത് ചെയ്യുന്നുവെന്നാണ് പ്രധാനം. അതിനാൽ നമ്മൾ എല്ലാവരും സുന്നി മുജാഹിദ് വ്യത്യാസമല്ലേ, എല്ലാവരും ചെയ്യേണ്ടത് മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ഏതൊരു മാർഗമാണോ സ്വീകരിച്ചത് ആ മാർഗം സ്വീകരിക്കുക എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന സ്വീകരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആ നിലക്കുള്ള അഹ്ലുസുന്നയിൽ അടിയുറച്ചു നിന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ അറമില് അബ്ദുറഹ്മാൻ സുദൈസി, മദീനത്തെ ഇമാമ്, അവര് എല്ലാരും തൊപ്പി തട്ടോട്ടിന്റെ ദിവസമാണ് കുത്തുപോകുന്നത്. അവര് നരകത്തിന്റെ ആവില്ലല്ലോ. ഞാന് വേങ്ങൂർ മഹലിലാണ്. വേങ്ങൂർ മഹലിൽ ഒരു മുജാഹിദുമില്ല, എല്ലാം തൊപ്പിയിട്ടാണ് നിസ്കരിക്കുന്നത്. അവരൊക്കെ നരകത്തിലാണോ? തൊപ്പിടുത്ത പേരിലോ? അല്ല, നിങ്ങൾ ഈ മുജാഹിദ് മാത്രമുള്ള തൊപ്പിടാത്തത്. അത് അറമിലും മക്ക മദീനകൾ അനുസരിക്കുന്നില്ല, മക്ക മദീന അനുസരിച്ചില്ല, അവിടുന്ന് ഇസ്ലാം വിട്ടുപോയിട്ടില്ല. തൊപ്പി ഒരു സാളൂട്ടിട്ടാണ് അബ്ദുറഹ്മാൻ സുദൈസി മദീനത്തെ ഇമാമും മറ്റുള്ളവരൊക്കെ കൊത്തുമ്പ നിർവഹിക്കുന്നത്, നിസ്കരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല? ശരി, ആ തൊപ്പിട്ടുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സുദൈസി പറഞ്ഞത് നബിദിനാഘോഷം ബിദ്അത്താണ്. ആ തൊപ്പിട്ടുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാവൂ. ആ തൊപ്പിട്ടുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് റബ്ബല്ലാത്ത ഒരാളും തേടാൻ പാടില്ല. ആ തൊപ്പിട്ടുകൊണ്ടാണ് അദ്ദേഹം ഖുനൂത്ത് ഓതാതെ സുബ്ഹി നിസ്കരിക്കുന്നത്. ആ തൊപ്പിയിട്ട് അദ്ദേഹത്തിന് പിന്നിലാണ് സ്ത്രീകൾ ആ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതിലൊന്നും അബ്ദുറഹ്മാൻ സുദൈസി വേണ്ട, തൊപ്പിയിടുന്നത് മാത്രമേ. തൊപ്പി ആർക്കും ഇടാം, നിങ്ങൾക്കും ഇടാം, എനിക്കും ഇടാം, ആർക്കും ഇടാം. അനുവദനീയമായ വേഷം മാത്രമാണ്, അനുവദനീയമായ വേഷമാണ് തൊപ്പിയിടൽ. അറബികളുടെ ഒരു ആചാരവുമാണ്. അറബികൾ അബ്ദുറഹ്മാൻ സുദൈസി മാത്രമല്ല, അവിടെ ഞാൻ അറബിനെ കൊടുത്ത് കാഫിരീങ്ങൾ ഉണ്ടെങ്കിൽ അവരും തൊപ്പിയിടും. കാഫിറായ അറബികൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരും തൊപ്പിയിടും. അത് അറബികളെ വേഷമാണ്. അമേരിക്കയിൽ പോയ എല്ലാവരും പാന്റ് ഇടും അല്ലെങ്കിൽ ട്രൗസർ ഇടും, അത് ആ നാട്ടിലെ വേഷമാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും തുണി ഉടുക്കും, അത് ഇവിടുത്തെ വേഷമാണ്. അതുകൊണ്ട് അത് നാടനുസരിച്ച് വേഷങ്ങൾ മാറ്റം വരും. എന്നാൽ ഇസ്ലാമിന്റെ ഒരു കാര്യം ആചാരമാകാൻ അബ്ദുറഹ്മാൻ സുദൈസി ചെയ്തോ, നിങ്ങൾ ചെയ്തോ, ഞാൻ ചെയ്തോ, അതൊന്നും നോട്ടല്ല. അത് വെല്ലൂരുണ്ടായാലും വേണ്ടില്ല, പട്ടിക്കാടുണ്ടായാലും വേണ്ടില്ല, ഇടവണ്ണുണ്ടായാലും വേണ്ടില്ല, എവിടെ ഇല്ലെങ്കിലും വേണ്ടില്ല. നേരെ മറിച്ച് മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും എന്താണോ എങ്ങനെയാണോ ജീവിച്ചത് അതുപ്രകാരം ജീവിക്കുന്നു. അതുപ്രകാരം ജീവിക്കാൻ. അതുകൊണ്ട് തൊപ്പിയിടൽ അനുവദനീയമായ വേഷമാണ്. തൊപ്പി ഇട്ടതിന്റെ പേരിൽ ഒരാൾ നരകത്ത് പോവില്ല, തൊപ്പി ഇടാത്തതിന്റെ പേരിലും ഒരാൾ നരകത്ത് പോവില്ല. തൊപ്പി ഇട്ടതുകൊണ്ട് നരകത്ത് പോവില്ല, ഇടാതെ നരകത്ത് പോവില്ല. അപ്പൊ ഹജ്ജിന് പോകുമ്പോ തലമറക്കാൻ പാടില്ല എന്നാണ്. ഹജ്ജിന് പോകുമ്പോ തലമറക്കാൻ പാടില്ല എന്നാണ്. ശ്രദ്ധിക്കേ ഉസ്താദേ, അയാളെ ശ്രദ്ധപ്പെടുത്തല്ലേ അദ്ദേഹം ഉത്തരം കേട്ടോട്ടെ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമയം തരാം, അദ്ദേഹം കേട്ടോട്ടെ. ഇപ്പൊ തന്നെ എടുക്കാറായാലോ. ഹജ്ജിന് പോകുന്ന ആളുകൾ ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്ത് തലമറക്കാൻ പാടില്ല എന്നാണ് ഞാൻ. ഇപ്പൊ ഹജ്ജിന് പോയ ആള് പറയാണ്, എന്താ ഇപ്പൊ ഹജ്ജിനും ഉംറക്കും പോകുമ്പോ തലമറക്കാൻ പാടില്ല, അവിടെ ഇവിടെ ആരും മറക്കാൻ പാടില്ല പറഞ്ഞാലോ അതും ശരിയല്ല. അപ്പൊ ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിൽ പഠിപ്പിക്കപ്പെട്ട രീതികളും നിയമങ്ങളും ഉണ്ടാകും, അതുപ്രകാരം പോവുക. ഒരു തലമറക്കൽ ഒരു അനുവദനീയമായ വേഷമാണ്, ഹലാലായ ജായിസായ വേഷമാണ്. അത് ആർക്കും സ്വീകരിക്കാം. അത് സ്വീകരിച്ചതിന്റെ പേരിൽ നരകത്തിൽ പോവില്ല, അത് ചെയ്യാത്തതിന്റെ പേരിലും നരകത്തിൽ പോവില്ല. നേരെ മറിച്ചൊരു കാര്യം ദീനായി മാറണമെങ്കിൽ, ഒരു കാര്യം മതമായി മാറണമെങ്കിൽ അതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വേണം, സ്വഹാബത്തിന്റെ മാതൃക വേണം. അതിലില്ലാത്ത ഒന്ന് ലോകത്തെ എവിടെ ഉണ്ടെങ്കിലും ആര് ചെയ്താലും അത് ദീനാവുകയില്ല. അതേ ഹറമുകളിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ കൃത്യമായ തൗഹീദ് പ്രഖ്യാപിക്കുന്നു, റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന് പഠിപ്പിക്കുന്നു. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ചാണ് ഖതീബ് പ്രഖ്യാപിച്ചത്. അതൊന്നും പലരും സ്വീകരിക്കുന്നില്ല.
അവിടെ ആ നിലയ്ക്ക് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതല്ലാത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾ അതൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി അവിടെ ഉണ്ട് എന്നുകൊണ്ട് മാത്രം സ്വീകരിക്കണമെന്നാണോ? അതുമല്ല. പ്രമാണമുണ്ടോ, തെളിവുണ്ടോ, അതാണ് ദീന്. ഇല്ലേ, അതാര് ചെയ്താലും ശരി, അത് ദീനല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, നിങ്ങൾക്ക് നബി ചേച്ചി മറ്റുള്ള പാർസലായിട്ട് വന്നതോ അതോ സൗദി അറേബ്യയിൽ നിന്ന് വന്നതോ? ലോകത്ത് എല്ലായിടത്തും വന്നിട്ടുണ്ട്. സൗദിയിൽ മാത്രമല്ല. നബി എവിടെ ജനിച്ചിട്ടുള്ളത്? നബി ജനിച്ചത് മക്കയിലാണ്. അവിടെ ബുദ്ധ അറിഞ്ഞിട്ടില്ല. അതെ, തൊപ്പി പിന്നെ സാലൂട്ട് ആയിക്കോട്ടെ, നമുക്ക് ഇടാം. ഇട്ടോളി. നിങ്ങളൊന്നും എന്തുകൊണ്ടില്ല? ഇടാൻ പാടില്ല, ആർക്കും വാദമില്ല. ഇടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെപ്പായിട്ടുണ്ട്. അവിടുത്തെ എല്ലാവരും നിങ്ങളൊക്കെപ്പായിടുന്നു. നിങ്ങളിട്ടിട്ട് ജന ഞാൻ ഇടുന്നില്ല. ആ ഖതീബ് നിങ്ങളൊക്കെപ്പായിട്ട് എപ്പോഴും നടക്കുന്നത്, ഖുതുബയിൽ മാത്രമല്ല. അയാൾ എപ്പ പുറത്തിറങ്ങിയാലും നീളക്കുപ്പായം ധരിക്കുന്നു. ഒരുത്തം ചോദിക്കാം, മക്കത്തല്ലേ നബി വന്നത്, നബി ഇട്ടത് നീളക്കുപ്പായല്ലേ, അവിടെ നമ്മളൊക്കെ നീളക്കുപ്പായെന്ന് പറഞ്ഞാലോ? അല്ലാഹുവിന്റെ റസൂൽ മക്കത്ത് ജീവിച്ചപ്പോ സഞ്ചരിച്ചത് അധികവും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമാണ്. മക്കയിൽ നബി സഞ്ചരിച്ചത് ഒന്നുകിൽ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്. അതുകൊണ്ട് ഇപ്പോ ഒരാൾ നമ്മോട് പറയാണ്, നമ്മളാരും കാറും ബസ്സും ഉപയോഗിക്കാൻ പാടില്ല, കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളും സമ്മതിക്കൂലല്ലോ. അതേ റസൂല് മക്കത്ത് ജീവിച്ചപ്പോൾ ഭക്ഷിച്ചത് അധികവും ഗോതമ്പാണ്, അതേപോലെ കാരക്കയാണ്. കാരക്കയും ഗോതമ്പുമാണ് കഴിച്ചത്. അതുകൊണ്ട് അരി തിന്നാൻ പാടില്ല, പൊടി കഴിക്കാൻ പാടില്ല, പയറ് തിന്നാൻ പാടില്ല, ഗോതമ്പും കാരക്കയും മാത്രമേ പാടുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഈത്തപ്പയുടെ ഓലമേഞ്ഞതായിരുന്നു. അതുകൊണ്ട് നമ്മളാരെങ്കിലും പറയോ ആ വീട് മാത്രമേ പാടുള്ളൂ എന്ന്? ഇല്ലല്ലോ. ആ നബിതങ്ങൾ കടന്നുറങ്ങിയത് പലപ്പോഴും മണലിലായിരുന്നു, ഈത്തപ്പന ഓലയിലായിരുന്നു. അതുകൊണ്ട് ബെഡ് പാടില്ല, കട്ടില് പാടില്ല എന്ന് നമ്മളാരെങ്കിലും പറയുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ കറുത്ത തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ പറ്റും. മക്ക ഫതഹിന്റെ അന്ന് കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ട് നബിതങ്ങൾ വന്നു. അതുകൊണ്ട് കറുത്ത തലകെട്ടേ കെട്ടാൻ പാടുള്ളൂ എന്നൊരാൾ പറഞ്ഞാലോ? അതും ശരിയല്ല. അല്ലാഹുവിന്റെ റസൂൽ തല തുറന്നിട്ട് നടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബിമാർ പലരും തലയിൽ ഒന്നുമില്ല, ഒറ്റ തുണിയെടുത്ത് ജീവിച്ചവരാണ്. കാരണം അവർ അധികം ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രം സ്വീകരിക്കാനില്ല, ഒറ്റ തുണിയെടുത്തിട്ടാണ് അവർ പലപ്പോഴും നടന്നിരുന്നത്. നിസ്കരിക്കാൻ സമയത്ത് ചുമല് മറക്കണം, പിരടി മറക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോ ഉടുത്ത തുണി അഴിച്ചിട്ട് അവർ കഴുത്തിലൂടെ കെട്ടി എന്നാണ്. സുന്നത്ത് കല്യാണം കഴിഞ്ഞ കുട്ടികൾ തങ്ങളുടെ തുണികൾ കെട്ടുന്നത് പോലെ അവർ തങ്ങളുടെ തുണികൾ ഈ പിരടിലൂടെ കെട്ടിയിട്ടാണ് അവർ നിസ്കരിച്ചത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് ഒരു നാട്ടിൽ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ നാടുകളിൽ വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകും. അത് മതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ വഹയു പ്രകാരം പഠിപ്പിക്കണം. അതുകൊണ്ട് മക്കയിൽ അല്ലാഹു റസൂൽ വന്നു, അത് ശരി തന്നെയാണ്. മക്കയിലും മദീനയിലുമായി പ്രവാചകർ മതം പഠിപ്പിച്ചു. ആ മക്കയിൽ ആ മദീനയിൽ അന്നും ഇന്നും നബിദിനാഘോഷമില്ല. ആ മക്കയിൽ മങ്കൂസ് മൗലിദില്ല. ആ മക്കയിൽ ശറഫ് അനാമില്ല. ആ മക്കയിൽ മുഹീദ്ദീൻ മാല ഇല്ല. ആ മക്കയിൽ നാരിയ സ്വലാത്തില്ല. ആ മക്കയിൽ ജീലാനി ആഘോഷമില്ല. ആ മക്കയിൽ പദ്യങ്ങളോ ഗദ്യങ്ങളോ പദ്യഗദ്യ സമ്മിശ്രങ്ങളോ ആയ ഒരു മാലയും മൗലിദും അവിടെ ഇല്ല. അവിടെ കുതുബിയത്തില്ല, അവിടെ ബുർദ ഇല്ല, അവിടെ ആ വക ഏർപ്പാടൊന്നുമില്ല. അതൊക്കെ ശരിയല്ല എന്ന് ആ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മിമ്പറുകളിൽ വെച്ച് ഇന്നും അവിടുത്തെ പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ സ്വീകരിക്കണം, അതാണ് ശരി. ഇന്നൊരാൾ ആ വേഷം സ്വീകരിച്ചു, നല്ല കാര്യം. നിങ്ങൾക്കുപ്പായിട്ടു, എപ്പോഴും വെള്ള ധരിച്ചു, അയാൾ തലമറച്ചു, ആരും ആക്ഷേപിക്കുന്നില്ല, നല്ല കാര്യം തന്നെ. എന്നാൽ സുന്നത്തായി മാറാൻ പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അതേ സുന്നത്താവുകയുള്ളൂ. ആ കൂട്ടത്തിൽ വെള്ള ധരിക്കാൻ ഇവർ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു. ഞങ്ങളൊക്കെ വെള്ള ധരിച്ചു. നിങ്ങൾ വെള്ള ധരിച്ചില്ല, അത് കുറ്റം കിട്ടോ? ഇല്ല, കുറ്റം കിട്ടില്ല. വെള്ള ധരിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. വെള്ള ധരിക്കാൻ പ്രത്യേകം പ്രവാചകൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചു. നമുക്കത് ചെയ്യാം. നിര്യാണിക്ക് മുകളിൽ കൊടുക്കാൻ പ്രത്യേകം പറഞ്ഞു. അത് അങ്ങനെ തന്നെ പാലിക്കേണ്ടതാണ്. താഴെ ഇറങ്ങിയാൽ നരകത്തിലാണ് എന്ന് പോലും പഠിപ്പിക്കപ്പെട്ടു. അങ്ങനെ പ്രത്യേകമായി പഠിപ്പിച്ചതെന്തോ അത് ജീവിതത്തിൽ പാലിക്കണം. നിസ്കരിക്കാൻ പോകുമ്പോൾ ചുമല് മറക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു, നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നിസ്കരിക്കുമ്പോൾ തലമറക്കണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മറക്കാൻ പാടില്ല എന്നാണോ? അല്ല, അനുവദനീയമായ വേഷമാണ്, സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. എന്നാൽ ചുമല് മറക്കൽ പ്രത്യേകമായി സുന്നത്തായി പരിചയപ്പെടുത്തി. ചുമതിൽ ഒന്നുമില്ലാതെ നമസ്കരിക്കരുത് എന്ന് തന്നെയും ഹദീസിൽ വന്നു. അതുകൊണ്ട് കുപ്പായമോ കുപ്പായമില്ലെങ്കിൽ മുണ്ടോ ഒക്കെ ചുമതിൽ ഇട്ടുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, ഇന്നും അവരുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ആദർശം എന്ന് നമ്മൾ തിരിച്ചറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കാൻ സഫായത്തിന് അർഹത കൊടുത്തിട്ടുണ്ട്.
അതായത് ഇന്നല്ലാഹു വമലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ചോദിക്കട്ടെ. അതെ, എന്നിട്ട് അതെ, അല്ലാഹു മലക്കും സ്വലാത്ത് ചൊല്ലുന്നു, നമ്മളും സ്വലാത്ത് ചൊല്ലണം. അതെ, ഇല്ല, ഒരിക്കലും ഇല്ല. അതെ, നബി പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാൻ പാടില്ല. ശഫാഅത്ത് ചോദിക്കേണ്ടത് റബ്ബിനോടാണ്. ശഫാഅത്ത് നബി ഞങ്ങൾക്കുണ്ട്, സംശയമില്ല. ഉത്തരം കേൾക്കി, ചോദ്യം മാത്രമായില്ലേ, ഉത്തരം കൂടി കേൾക്കണ്ടേ? ഈ കൂടെ എല്ലാവർക്കും ഉള്ള വിഷയം പഠിക്കാം. നിങ്ങൾ മാത്രമല്ല നമ്മൾ മനസ്സിൽ കാണുന്നത്. നിങ്ങൾ ചോദ്യം കൊണ്ട് ഒരുപാട് ആൾക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ അവസരമാണ്. അതുകൊണ്ടാണ് ഈ നിലക്ക് വിശദീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ശഫാഅത്ത് ഉണ്ട്, ഒരു സംശയവുമില്ല. ആ ശഫാഅത്ത് ചോദിക്കേണ്ടത് ആരോട്? അല്ലാഹുവിന്റെ റസൂലിനോടല്ല, അല്ലാഹുവിനോടാണ്. എന്തുകൊണ്ട് ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ശഫാഅത്ത് പൂർണ്ണമായും അല്ലാഹുവിനാകുന്നു. അപ്പോൾ ആര് ശഫാഅത്ത് ചെയ്യണം, ആർക്കു വേണ്ടി ശഫാഅത്ത് ചെയ്യണം, എന്തിനു വേണ്ടി ശഫാഅത്ത് ചെയ്യണം, എല്ലാം തീരുമാനിക്കുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നാട്ടില് സമസ്തക്കാരായ ആളുകൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അവർ ചൊല്ലുന്ന ഒരു ഭാഗമുണ്ട്, വർസുഖ്നാ ശഫാഅതഹു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന്റെ അവസാന ഭാഗത്തുള്ള ഈ കഷ്ണം റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും സ്വഹീഹായതല്ല, ദുർബലമാണ്. ഇമാം അബ്ദുർ റസാഖ് റഹിമഹുല്ലാഹ് തന്റെ മുസന്നഫിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷെ സ്വഹീഹല്ല. അതിന് പറഞ്ഞെന്താ, വർസുഖ്നാ ശഫാഅതഹു, അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ ഞങ്ങൾക്ക് നൽകണേ എന്നാണ്. നബിയെ ശഫാഅത്ത് ചെയ്യണേ എന്നല്ല, അല്ലാഹുവേ നബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ. അപ്പൊ ദുർബലമായ റിപ്പോർട്ടാണെങ്കിലും നാട്ടിൽ പ്രാവർത്തികമാക്കുന്ന അതിൽ പോലും ഉള്ളത് എന്താ, റബ്ബിനോട് ശഫാഅത്ത് ചോദിക്കലാണ്, നബിയോട് ചോദിക്കലല്ല. അപ്പൊ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. അതാണ് നബി ഞങ്ങൾ പഠിപ്പിച്ചത്. സ്വലാത്തിൽ എന്താ ഉള്ളത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ, കുടുംബത്തിനും ഗുണം ചെയ്യണേ. അതേപോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ. മുഹമ്മദ് നബിയെ എനിക്ക് ബർക്കത്ത് തരണേ എന്നല്ല, പഠിച്ചോനെ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്നുമല്ല, നേരെ മറിച്ച് റബ്ബേ മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ, റബ്ബേ മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ എന്നൊക്കെയാണ് അതിൽ പരാമർശിക്കപ്പെടുന്നത്. ഒന്നുകൂടെ ചോദിച്ച് അടുത്താ കൊടുക്കുക. ഒന്നുകൂടെ ചോദിച്ച് അടുത്താ കൊടുക്കുക. ആയിക്കോട്ടെ, കൊടുക്കാം. اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت اللهم صل على محمد وعلى ال محمد كما باركت ആയിക്കോട്ടെ. اللهم صل على محمد وعلى ال وصحبه اجمعين. അജ്മഈൻ അതിൽ നമ്മൾ പെട്ടു. ആയിക്കോട്ടെ അൽഹംദുലില്ലാഹ് ഖൈർ. അത് ഖുർആനും പറഞ്ഞിട്ടുള്ള പിന്നെ ഹുവല്ലദീ യുസല്ലി അലൈക്കും മലായികത്തുഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ സ്വലാത്തുകളുണ്ട്, നബിയുടെ കുടുംബത്തിനുണ്ട്, നബിയുടെ ഭാര്യമാർക്കുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി അബി ഔഫ, അബൂ ഔഫയുടെ കുടുംബത്തിന് ഈ സ്വലാത്ത് ചൊല്ലണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തർക്കമുള്ള വിഷയമില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് ഏതായാലും സ്വലാത്ത് പുണ്യമാണ്, മഹത്വമാണ്, സംശയം ഏതുമില്ല. ആ സ്വലാത്ത് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, തേട്ടമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ശരി, അടുത്ത ആൾക്ക് മൈക്ക് നൽകാണ്. ഇത് ഒരു മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സായതുകൊണ്ട് സ്ഥലമോ കാലമോ ഒന്നും ഇത് മൈക്കുറക്കില്ലേ. അതുകൊണ്ട് എന്റെ സുഹൃത്ത് അബ്ദുൽ മജീദ് പത്തപരിയം എന്നൊരു സുഹൃത്ത് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സദസ്സിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം സദസ്സിൽ ഇരുന്ന് കൃത്യമായി കേട്ടു പഠിക്കട്ടെ. അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ കേട്ടു പഠിക്കാൻ ബാധ്യസ്ഥനാണ്. ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ തൽക്കാലം അവസരം കൊടുക്കുന്നില്ല. അത് അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ട്. അതെ അതെ, കണ്ടോ, മജീദിന്റെ പേര് എപ്പോഴും കൂക്കിയോട്ടി, അതാണ് മജീദ്. അല്ല, ഒരു മിനിറ്റ് പറഞ്ഞേ, മജീദിന്റെ പേര് കേട്ടപ്പോഴേക്ക് നാട്ടിൽ കൂക്കാൻ ആളുണ്ട്, അതാണ് മജീദ്. അല്ലാതെ മജീദ്, ഈ നാട്ടിൽ എത്ര മുസ്ലിയാക്കന്മാരുണ്ട്, വെട്ടത്തിൽ നല്ല ഒരുപാട് മൂലന്മാരുണ്ട്, ഞങ്ങൾക്ക് അവരാണ് ആവശ്യം. ഒരു പക്ഷേ മജീദിനേക്കാളേറെ കിതാബോധ്യങ്ങൾ, മജീദിനേക്കാളേറെ കിതാബോധ്യ മനുഷ്യൻ താങ്കൾ ചോദിച്ചോളൂ. ഈ നാട്ടിൽ ഖതീബ് ഉണ്ടല്ലോ, ഇവിടെ മുദരിസ് ഉണ്ടല്ലോ, ഇവിടെ കാലിമാരുണ്ടല്ലോ, ഇവിടെ സ്വദറുണ്ടല്ലോ, ഇവിടെ ഫൈസിയും ബാക്കവിയും സഖാഫിയും ദാരിമിയും എല്ലാം ഉണ്ടല്ലോ, അവർ ചോദിക്കട്ടെ. ഇൽമുള്ള ഈ നാട്ടിലെ മനുഷ്യന്മാർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകൾ ചോദിക്കട്ടെ. അതല്ലാതെ പ്രൊഫഷണൽ ചോദ്യകർത്താക്കളുണ്ട്, ഇതൊരു ഏർപ്പാടാക്കി മാറ്റിയവർ. ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഒരു ഏർപ്പാടാക്കി മാറ്റി അതിനുവേണ്ടി ഇഹ്റാം കെട്ടി നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്.
അതുകൊണ്ട് അത്തരം ആളുകളെ തീർച്ചയായും ഞങ്ങൾ അവഗണിക്കുന്നു. അത് ഇവിടെ എന്നല്ല, എവിടെയും. ആ മജീദിന് ചോദിക്കാം. മജീദിന്റെ നാട്ടിൽ വെക്കുമ്പോൾ അവിടെ ഞങ്ങൾ വെച്ചു, അവിടെ മജീദ് വന്നിട്ടില്ല. പത്തപ്പേ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ മുഖാമുഖം വെച്ചു, അവിടെ മജീദ് വന്നിട്ടുമില്ല. അതുകൊണ്ട് അത്തരം ആളുകളെ അർഹിക്കുന്ന അവഗണനയോടുകൂടി ഞങ്ങൾ തള്ളിക്കളയുന്നു. എന്നാൽ ഈ നാട്ടിലുള്ള ദീനു പഠിപ്പിക്കുന്നവരാണെന്ന് ആളുകൾ വിചാരിക്കുന്ന, ആ നിലയ്ക്ക് ഉസ്താദുമാരായി കാണുന്ന എമ്പാട് മുസ്ലിയാക്കന്മാർ ഈ നാട്ടിലുണ്ടല്ലോ. പിറകിലൊക്കെ ഒരുപാട് മുസ്ലിയാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നുമുണ്ട്. അത്തരം മുസ്ലിയാക്കന്മാർ മുന്നോട്ട് വരട്ടെ, അവർ ചോദിക്കട്ടെ. അങ്ങനെ അറിവുള്ളവർ ചോദിച്ച് അവർ കൃത്യമായ വിഷയത്തിൽ ചർച്ച നടത്തട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കണ്ടോ, എപ്പോഴും സുഹൃത്തുക്കളെ, ബാക്കിൽ ശ്രമിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ നിശബ്ദത പാലിക്കണം പ്ലീസ്. നിങ്ങൾ മതം പഠിക്കാൻ വേണ്ടി വന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് ഇദ്ദേഹം പറയുന്നത് ഇവരുടെ സ്വാതന്ത്ര്യമായിരിക്കാം, ഇവർ പറയുന്നത് അതനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ സദസ്സിലേക്ക് ചോദിക്കുന്നു, അല്ല സോറി, പിന്നെ നിങ്ങളോട് ചോദിക്കുന്നു, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ചോദ്യകർത്താവ് എന്ന ഒരു അവജ്ഞതയോടെ നിങ്ങൾ തള്ളിക്കളയുന്നതിൽ എനിക്കതൊരു നിങ്ങൾ ഈ സംഘടിപ്പിച്ച ഒരു പരിപാടിയോട് യോജിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒന്നുകൂടി പറയട്ടെ, അദ്ദേഹം ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്? അദ്ദേഹം, ഞാൻ പറഞ്ഞ പ്രൊഫഷണൽ ചോദ്യകർത്താവാണ്, പഠിക്കാൻ വരുന്ന ആളല്ല, ദീനിയായി താല്പര്യമുള്ളവരല്ല. അതുകൊണ്ട് താങ്കൾ ചോദിച്ചോളൂ. താങ്കൾ കിതാബ് ഓതിയാളാണല്ലോ, ഇവിടെ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, അവർ ചോദിക്കട്ടെ. ഒരു മുസ്ലിയാർ വന്ന് ചോദിക്കട്ടെ. അതാണ് പറഞ്ഞത്. അലവി സഖാഫി അടക്കം ഈ മജീദുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അലവി സഖാഫിന്റെ മുഖാമുഖത്തിൽ ഇപ്പൊ മജീദ് ചാൻസ് ഇല്ല. അലവി സഖാഫിയുടെ മുഖാമുഖങ്ങളിൽ പോലും ഇപ്പോൾ ഈ മജീദിന് ചാൻസ് കൊടുക്കാറില്ല. കാരണം എന്താ? അലവി സഖാഫി അടക്കം വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, മജീദിനെ ഇനി ആരും മൈൻഡ് ചെയ്യേണ്ടതില്ല, അവർ അവഗണിക്കണം എന്ന് അലവി സഖാഫി അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയാൾ പോലും ചാൻസ് കൊടുക്കാതെ ഒഴിവാക്കിയ ഒരാളിന് ഇപ്പൊ ഞങ്ങള് അവസരം കൊടുത്ത് വലുതാക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ശരി, അടുത്ത ചോദിച്ചോ. ഒരു മിനിറ്റ്. അയാള് ഒരു വ്യക്തിയും ഈ രാജ്യത്തുള്ള ജീവിക്കുന്ന ഒരു മനുഷ്യനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുമാണ്. അയാൾ ചോദിക്കുന്നത് കൊണ്ട് ഈ സദസ്സിലുള്ളവർക്കും പരിസരത്ത് കൂടിയവർക്കും അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയാൽ, ക്ലിയർ ആയാൽ എല്ലാവർക്കും തിരുത്താവുന്നതാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടുകാരനാണോ? നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ ചോദിക്കണം, ഇവരുള്ളവർ തന്നെ മറുപടി വരെ പറയും എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഞാൻ ഈ നാട്ടുകാരനാണ്, എന്നോട് മറുപടി പറയണമെങ്കിൽ നിങ്ങളല്ല, എന്റെ പരിസരത്തുള്ള സലാം മാഷ് വരണം, അതല്ലെങ്കിൽ മാനു വരണം. ശരി, അവർ വരട്ടെ. നാളെ രാവിലെ അല്ലല്ല, അങ്ങനെ ചോദിച്ചിട്ട് പറയട്ടെ. അയാൾ ചോദിക്കുന്നതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും സൗകര്യവും ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ്, ഞങ്ങൾ തരാം. ഒരു കുഴപ്പവും അയാൾ ഉണ്ടാക്കുന്നില്ല. മലയാളത്തിലാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഗ്രന്ഥമുണ്ട്, തെളിവുണ്ട്, നിങ്ങൾക്ക് മറുപടി പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടിയെന്ന് പരസ്യമായി സാസിനോട് പറയണം. നിങ്ങൾക്ക് ചോദിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ചോദിക്കാൻ ഇവിടെ എത്ര മുസ്ലിയാക്കന്മാരുണ്ട്? ഈ മുസ്ലിയാക്കന്മാർക്ക് ചോദിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അവർ പറയും. ഇവിടെ ഫൈസിമാര്, സഖാഫിമാര്, ബാക്കവിമാര്, ദാരിമിമാര്, ഖാദിമാര്, ഖതീബുമാര്, മുദരിസുമാര്, സ്വതന്ത്രമാര് ഒക്കെ ഇവരൊക്കെ ഉണ്ടായിട്ട് അവർക്കൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ട്. എന്നിട്ട് പത്തപ്പേത്തിന് ചങ്ങായി, അയാൾ ഈ അപ്പോളിസ്ത്രീ വർക്ക് വിറകുത്താൻ പോണ ചങ്ങായി, അയാളെ മാത്രം കൊണ്ടുവന്നിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. അയാളെ പേടിച്ചിട്ടല്ല, അയാൾ ഉലിമ പേടിച്ചിട്ടല്ല, അതിന് മാത്രം അയാളില്ല. നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്കെന്താ ചോദിക്കാൻ പറ്റില്ല? ഈ സമയങ്ങൾ ചോദിച്ചാൽ പോലെ. ഈ ഒരു സമയം കൊണ്ട് മുസ്ലിം ഇങ്ങനെ ചോദിച്ചൂടെ? ആ മജീദ് നിങ്ങൾ ചോദ്യം വാങ്ങിക്കോളി, ആ മജീദിന്റെ കയ്യിൽ നിങ്ങൾ ചോദ്യം വാങ്ങിക്കോളി, നിങ്ങൾ ചോദിക്കും. ഈ നാട്ടിൽ കേൾക്കാലോ. അതുകൊണ്ട് ആ പണിയോട് നിർത്തിക്കാളി. ഇത് ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ മജീദും കൂട്ടരും പയറ്റുന്ന പരിപാടിയാണ്. AP സുഞ്ഞാൾ അടക്കം മജീദിനെ ഒഴിവാക്കി, EK സുന്നി പണ്ടേ ഒഴിവാക്കി. ഇനി തരക്കളിൽ അവിടെ പിന്നെ ഈ വെട്ടത്തൂര് മഹല്ലൊന്നാകെ യോഗം കൂടി മഹല്ല് കമ്മിറ്റി ഔദ്യോഗിക മജീദിനെ കൊടുത്താണോ ഞങ്ങൾ സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. മഹല്ല് കമ്മിറ്റി ഐക്യകണ്ഠേനെ കൂടി യോഗം ചേർന്ന് അവിടുന്ന് പാസ്സാക്കി. നമ്മുടെ നാട്ടിലെ മൂലമാരും ചോദിക്കാൻ പ്രാപ്തരല്ല, അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് പറഞ്ഞിട്ടു അയാളെ കൊണ്ടുവരേട് എന്ന് പറഞ്ഞ് മഹല്ല് കമ്മിറ്റി ഔദ്യോഗികമായി യോഗം ചേർന്ന് പാസ്സാക്കി കൊടുത്ത ചോദ്യകർത്താവാണോ? ഞങ്ങൾ കൊടുക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടാൾ വരിക, ഞങ്ങളെ സുഹൃത്തുണ്ടെന്ന് പറയാ. ആ സുഹൃത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അയാളെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങൾ കളയാതെ ഈ സമയത്ത് നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ മുസ്ലിയാരല്ലേ, നിങ്ങൾ പഠിച്ച ആളല്ലേ, അല്ലെങ്കിൽ അതിനേക്കാളും പഠിച്ചോളുണ്ടെങ്കിൽ കൊടുന്നോളി. ഈ നാട്ടിലേക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ചങ്ങായിക്കില്ല.
ഈ ചങ്ങാതിക്കില്ല. അതേസമയം ഇവിടുത്തെ ഖതീബ് വരട്ടെ, ഇവിടുത്തെ ഖാദി വരട്ടെ, ഇവിടുത്തെ മുദരിസ് വരട്ടെ, ഇവിടുത്തെ സ്വദർ വരട്ടെ, ഇവിടെയുള്ള മുസ്ലിയാക്കന്മാര് വരട്ടെ, അവർക്കൊക്കെ അവർ വരാൻ നമ്മൾ ആവശ്യം. അങ്ങനെ ദീന് പഠിച്ച് ഔദ്യോഗികമായി പഠിച്ച മനുഷ്യന്മാര് വരട്ടെ, എന്നിട്ട് ഓല് ചോദിക്കട്ടെ. അപ്പൊ ചോദ്യത്തിന് പേടിയാണെങ്കിൽ ഓലാൽ ചോദിക്കണ്ടെന്നല്ലേ പറയാം, ചോദ്യത്തിനല്ല പേടി. അതുകൊണ്ട് ഈ ചോദ്യം മര്യാദക്ക് നടന്ന് ആളുകൾ വിഷയം പഠിക്കാൻ ദയവ് ചെയ്ത് മുസ്ലിയാരെ നിങ്ങൾ ചോദ്യം ചോദിക്കുക. അതാണ് വേണ്ടത്, നിങ്ങളാണ് ചോദ്യം ചോദിക്കേണ്ടത്. ആ ചോദ്യം ഞങ്ങൾ കാത്തിരിക്കുന്നു. കണ്ടോ, അപ്പൊ മജീദിന്റെ പേര് കേൾക്കുമ്പോഴേ കൂക്കുക. അതാണ് പല സ്ഥലത്തും അങ്ങനെ ഉണ്ട്, മജീദ് പറയുമ്പോഴേ കൂക്കും. അതാണ് അവന്റെ അവസ്ഥ. ശരി, നിങ്ങൾ കൂക്കേണ്ട, ഓൻ നന്നാവൂല. ഇവിടെ എന്ത് കൂക്കിയിട്ട് ഓൻ നന്നാവൂല. അതുകൊണ്ട് മജീദിന്റെ പേര് പറയുമ്പോൾ കൂക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ ചോദിക്കട്ടെ, അത് നമുക്ക് ആവശ്യം. ഉസ്താദേ, നമ്മളിപ്പോ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞമ്മക്കങ്ങനെ സുന്നി മുജാഹിദ് എന്നൊക്കെ നമ്മളൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ ഈ മജീദ് എന്ന് പറഞ്ഞ ആളെ നമ്മളറിയില്ല, മനസ്സിലാവുണ്ടോ? അപ്പൊ ഇയാള് ചോദിച്ചാൽ ഇപ്പൊ എന്താ അതിന്റെ ബുദ്ധിമുട്ടെന്താ നമുക്ക് മനസ്സിലാകാതെ ചോദിക്കാം. നമ്മള് സുന്നിയാണോ ചോദിച്ചാൽ ഒറിജിനൽ സുന്നിയല്ല, ജമാഅത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ മജീദ് എന്ന് പറഞ്ഞ മജീദല്ല, ഏതൊരു ചെയർമാനാണെങ്കിലും ശരി, നമുക്കിത് ചോദിച്ചിട്ട് അയാൾക്ക് അതിന്റെ മറുപടി പറഞ്ഞു കൊടുത്തൂടെ? നമുക്കൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന ആളെ ചോദിക്കാൻ പറ്റുള്ളൂ എന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞു. നമ്മൾ നിങ്ങളെ എല്ലാ പരിപാടിയിലും, എന്റെ ഒരു സുഹൃത്ത് സലഫിയാണ്, അപ്പൊ നമ്മള് എല്ലാ പരിപാടിയിലും ഞാൻ ഓന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കണം എന്നുള്ളത് വിഷയത്തില് ഇന്ന് വന്ന് മഗ്‌രിബിന്റെ മുമ്പ് ഓന് പോരേണ്ട ആളാണ്. എനിക്ക് ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് മഗ്‌രിബിക്ക് ശേഷം നിസ്കാരത്തിന് ശേഷം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്താണ് ഇപ്പൊ ഇങ്ങനെ ഇയാൾ ചോദിക്കുന്നോണ്ട് നിങ്ങൾക്ക് പറയാൻ എന്താ ബുദ്ധിമുട്ട്? എന്താണ് ഇന്ന ആളെ ചോദിക്കാവൂ എന്നല്ല, ആർക്കും ചോദിക്കാം, ഈ ആൾക്ക് ഒഴികെ. അതാ പ്രശ്നം. നേരെ മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ചോളി, കണ്ട ഇപ്പോഴും കൂക്കുക അയാളെ പേര് കഴിയുമ്പോഴേക്ക്. അതാ പ്രശ്നം. അയാളെ കേൾക്കുമ്പോഴേക്ക് മനുഷ്യന്മാർ കൂക്കുകയാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരാൾ നമ്മളെന്താ ചാൻസ് കൊടുക്കുന്നത്? അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിയാക്കന്മാര് വരട്ടെ, ഇവിടുത്തെ ഉസ്താദുമാര് വരട്ടെ. ഈ നാട്ടിൽ എത്ര മൂലമാണ്ട്? ഈ നാട് അങ്ങനത്തെ ഒരു മൂലമല്ലാത്ത നാടൊന്നുമല്ലോ. ഈ നാട്ടിൽ എത്ര ഫൈസൽ സക്കാഫി. മറ്റെന്താ നാളെ നേരത്തെ മനുഷ്യന്മാർ അത് ഏതോ മജീദ് ഓലമുല ഒത്തതാറി. അപ്പൊ അലവി സക്കാഫി അടക്കം ഇപ്പോനെ ഒഴിവാക്കി. അതാ പറഞ്ഞത്. അതുകൊണ്ട് മജീദ് എന്ന വ്യക്തിയെ ഞങ്ങൾ പല സ്ഥലത്തും പ്രഖ്യാപിച്ചാണ്, ഞങ്ങൾ എവിടെയും വരും വേണ്ടതാണ്. അല്ലെ ഇന്ന് കേട്ടോട്ടെ പഠിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ഈ നാട്ടിൽ എത്ര മുസ്ലിയാക്കന്മാരുണ്ട്? നബിദിനാഘോഷം ബിദ്അത്താണ്, അനിസ്ലാമികമാണ്, അതിന്റെ ഭാഗമായി ശിർക്കുണ്ട് എന്ന് ഇത്ര പച്ചയായി പ്രസംഗിച്ചിട്ട് ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാർ വരട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടുത്തെ മൂലമാർക്ക് ചോദ്യമില്ലേ? ഈ നാട്ടിലെ വിവരമുള്ള മനുഷ്യന്മാരാരുമില്ലേ? ഈ നാട്ടില് ഖതീബില്ലേ? ഇവിടെ ഒരു കാലിയറില്ലേ? ഇവിടെ ഒരു മുദരിസില്ലേ? ഇവിടെ ഉസ്താദുമാരില്ലേ? അവരല്ലേ വരേണ്ടത്. അപ്പൊ ചോദ്യം പേടിയാണെങ്കിൽ ഞങ്ങൾ എന്താ പറയാ? മൂലമാരൊന്നും വരാൻ പറ്റൂല, ഏതെങ്കിലും ലോക്കൽ മനുഷ്യന്മാരെ മജീദിനെ പോലെ തന്നെ വരാൻ പറ്റുള്ളൂ എന്നല്ലേ പറയാ? കണ്ട അപ്പോഴും കൂക്കി. അതാണ് ഓനെ പേരട്ട കൂക്കിയാണ്. അതാ പ്രശ്നം. നേരെ മറിച്ചങ്ങൾ പറഞ്ഞത് വിവരമുള്ളോ വരട്ടതാണ്. വിവരമുള്ളോന് വരട്ടെ എന്നാണ് പറഞ്ഞത്. അലവി സഖാഫി വേണോ? 100 വട്ടം സ്വാഗതം, 100 വട്ടം സ്വാഗതം. ഞങ്ങൾക്ക് അതുള്ളൂ. അങ്ങനത്തെ ഒരു വരട്ടെ നടന്നത്. അങ്ങനെ വിവരമുള്ള കിതാബ് ഓതി പഠിച്ച മനുഷ്യന്മാര് വരണം. കാരണം എന്താ പറയുക, മുജാഹിദീന് കിതാബ് അറിയില്ല, ഓൾക്ക് വിവരമില്ല, ഓളൊന്നും പഠിച്ചിട്ടില്ല, ഓള് ബുക്ക് അയച്ച് നടക്കുകയാണ് എന്താണോ മൂലമാര് പറയാ. എന്നാ അങ്ങനത്തെ മൂലമാര് വരട്ടെ, എന്നിട്ട് ചോദിക്കട്ടെ. എന്നിട്ട് ഞങ്ങളെ ഭാഗത്ത് വിവരമില്ലാന്നും ഞങ്ങൾക്ക് തെളിവില്ലാന്നും അവര് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. അല്ല ഓലൊന്നും പഠിക്കില്ല. ചില ആൾക്കാരെങ്ങനെ ബാലുമ കെട്ടിട്ട് ഇങ്ങനെ വിടുക, ഓരെല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ചില സീൻ ഉണ്ടാക്കി എടുക്കുക. ആ സീന് തൽക്കാലം വെട്ടത്തൂല് ഉണ്ടാക്കാൻ പറ്റൂല. അത് ഒരു സ്ഥലത്തും പറ്റൂല. മുജാഹിദീങ്ങളെ ഒരു മുഖാമുഖത്തിലും ഇനി ഒരു ചാൻസ് ഇല്ലാന്ന് തീരുമാനിച്ചാണ്. അത് എവിടെയും, വെട്ടത്തൂര് മാത്രമല്ല, ഇനി എവിടെയും ആ ചങ്ങായിക്ക് ചാൻസ് ഇല്ല. കാരണം അലവി സഖാഫി തന്നെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ അയാൾ അവഗണിച്ചാളി. അലവി സഖാഫി പ്രഖ്യാപിച്ചതാ, നിങ്ങൾ അയാൾ അവഗണിക്കി, അയാളെ കാര്യമാക്കണ്ട, അയാൾ നമുക്കൊരു ശല്യാണ് എന്ന് അലവി സഖാഫി പോലും വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ ഈ വിലപ്പെട്ട സമയം കൊടുത്തത് അത് നഷ്ടപ്പെടുത്തുന്ന പ്രയാസമുണ്ട്. അവിടെ ഇനി നിങ്ങളോടും പറയാതെയാണ് സമയം കളയരുത്. ഈ വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായ വിഷയങ്ങൾ ചോദിക്കി. പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, ദീൻ അറിയാനും പഠിക്കാനുമാണ് താല്പര്യമെങ്കിൽ ആ നിലക്ക് ആത്മാർത്ഥമായി നിങ്ങൾ ചോദിക്കുക. ഉസ്താദ് ചോദിക്കാൻ വന്നിട്ടുണ്ട്, അതാണല്ലോ, അത് ആദ്യം ചോദിച്ചാൽ മതിയല്ലോ. ആ നിലക്ക് ഉസ്താദുമാർ വന്ന് ചോദിക്കട്ടെ, അതാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ ചർച്ച വരട്ടെ.
ആളുകൾ വിഷയം പഠിക്കട്ടെ, അതല്ലേ വേണ്ടത്. വളരെ മാന്യമായി വിഷയം പഠിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചൊരു വേദിയിൽ എന്തിനാ സഹോദരങ്ങളെ ഈ ഒരു രീതിയൊക്കെ, ഈ കൂക്കലും ഈ ഒച്ചപ്പാടും ബഹളും ഇതൊക്കെ ഒരുപക്ഷെ തൽക്കാലം ഒരു ആവേശമായിരിക്കാം. അതിനപ്പുറത്ത് ഇതോടൊക്കെ എന്ത് നേട്ടമുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി പോയി കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ശരി, എന്റെ പേര് മുസ്തഫ, ഞാൻ വെട്ടത്തൂര്, ഈ സ്ഥലക്കാരനാണ്. എന്റെ ചോദ്യം, നമ്മുടെ ഈ രൂപത്തിലുള്ള പരസ്പരം ഒരു പരിപാടി കൊണ്ട് കൂടുതൽ ഉപകാരമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ. ഈ ഇവിടെയുള്ള വെട്ടത്തൂരിലുള്ള സുന്നികളോട് അത് നിങ്ങൾക്ക് എവിടുന്നും കൊണ്ടുവരാം. നിങ്ങളെ കമ്മിറ്റിയിൽ ഏത് പ്രദേശത്തുള്ള ആരാണെങ്കിലും ശരി, ഈ പ്രദേശത്തുള്ള ആളുകളോ എവിടുത്തെ ആളുകളാണെങ്കിലും ഫേസ് ടു ഫേസ് ഒരു സദസ്സിൽ 2 സ്റ്റേജ് കെട്ടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു റൂമിൽ വെട്ടത്തൂരിൽ വെച്ച് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 100% തയ്യാർ, 100% തയ്യാർ, 100% തയ്യാർ. ഒരു സംശയമില്ല. ഒന്ന് രണ്ട് ഡിമാൻഡ് ഉണ്ട്. നാട്ടിലൊക്കെ കേട്ടോളി, നാട്ടിലൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണത്. ഞങ്ങൾ തയ്യാറായി പ്രഖ്യാപിച്ചു, നിങ്ങൾ ഏറ്റെടുക്കണം. നീ പിന്നെ പോകാൻ സമ്മതിക്കരുത്. 1-2 ഡിമാൻഡ് ഉണ്ട്. 2 സ്റ്റേജ് അല്ല, ഒറ്റ സ്റ്റേജ്. ഏറുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൂ. ആണ് ഒറ്റ സ്റ്റേജ്. 2 സ്റ്റേജായ ഏറ് ഒരു ഭാഗത്തേക്ക് മാത്രമാവും. അപ്പൊ ഒറ്റ സ്റ്റേജിൽ വരട്ടെ. രണ്ടാമത് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ പ്രസംഗിച്ച അലവി സഖാഫിനെ കിട്ടണം എന്നാണ്. കാരണം അയാളിപ്പോ അധികം വരാറില്ല. പണ്ട് മണ്ണാർക്കാട് വന്ന് പോയിട്ട് പിന്നെ അയാള് വല്ലപ്പുഴയിൽ വന്നു. അവിടുന്ന് അയാൾ പ്രഖ്യാപിച്ചു എല്ലാ മൗലിദും ശരിയല്ല, അങ്ങനെ നിങ്ങളാരും വിചാരിക്കണ്ട, വിശ്വസിക്കണ്ട എന്ന് പ്രഖ്യാപിച്ച് മുമ്പിൽ പോയി. അതിനുശേഷം ഇന്നേ വരെ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അലവി സഖാഫിയെ കണ്ടിട്ടില്ല. എന്നാൽ ഞങ്ങളൊക്കെ അൽഹംദുലില്ലാ ഇക്കഴിഞ്ഞ മാസം പോലും അങ്ങനെ ഇരുന്ന് സംവാദം നടത്താൻ പങ്കെടുക്കാൻ തൗഫീഖ് കിട്ടിയ മനുഷ്യന്മാരാണ്. ജനുവരി 24-ാം തീയതി, ഒരു മാസം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പും ഒരുപാട് വേദികളിൽ പല മുസ്ലിയാക്കന്മാരുമായിട്ട് ആ നിലയ്ക്ക് ഇരിക്കാൻ അൽഹംദുലില്ലാ റബ്ബ് തൗഫീഖ് ചെയ്തു. റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അലവി സഖാഫിയെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അലവി സഖാഫിയെ കിട്ടുമെങ്കിൽ അതിനാണ് 1-ാം പരിഗണന. നിങ്ങൾ അലവി സഖാഫിന്റെ ആളാണോ മറ്റേ സമസ്ത എനിക്കറിയില്ല, അല്ലാഹു അഅലം. ഏതായാലും ആ നിലയ്ക്കുള്ള ആളുകൾ, മുമ്പിൽ നിൽക്കുന്ന ആളുകൾ വരട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റൂമൊന്നും വേണ്ട. നമുക്ക് ഈ നാട്ടിലേക്കൊക്കെ കേൾക്കാൻ പറ്റണം. ആണും പെണ്ണും അടക്കം ഈ വെട്ടത്തൂര് മഹലിലുള്ള വേണി പരിസര പ്രദേശത്തുമുള്ള എല്ലാ മനുഷ്യന്മാർക്കും കേൾക്കാൻ അവസരം കൊടുക്കുക. ഞങ്ങൾ ഡിമാൻഡ് ഒറ്റ സ്റ്റേജ്, 2 കൂട്ടം പണ്ഡിതന്മാരും ആ സ്റ്റേജിൽ ഇരിക്കുന്നു. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആണു പെണ്ണു വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കുന്നു. എന്നിട്ട് 2 ഭാഗത്തുമുള്ള പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു. ശേഷം ആ കൂടിയ ആളുകളിൽ ആർക്കെങ്കിലും ഈ 2 വിഭാഗം പണ്ഡിതന്മാരിൽ ആരോടെങ്കിലും സംശയം ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും കൂടി അവസരം കൊടുക്കണം. നാട്ടിലേക്ക് ഈ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് ഇത് 2 പണ്ഡിതന്മാർ ഒപ്പരിക്കണല്ലോ. അതുകൊണ്ട് ഒരാൾ പറയാതാ എന്റെ ചോദ്യം മുജാഹിദ് പക്ഷത്തെ ഇന്നാളോടാണ്, അല്ലെ എന്റെ ചോദ്യം അലവി സഖാഫിനോടാണ് എന്ന് പറഞ്ഞ് ചോദിക്കട്ടെ. ആ ചോദ്യത്തിന് അലവി സഖാഫി മറുപടിയും പറയട്ടെ. ആ മറുപടി കേട്ട് കഴിയുമ്പോൾ അയാൾ ചോദിക്കാതാ ഞാൻ ഈ മറുപടി കേട്ടു, ഇതേപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, അപ്പൊ ഞങ്ങൾക്കും പറയാം. അങ്ങനത്തെ ഒരു വേദി ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കും. അത് പറയാൻ കാരണം വെച്ചാല് നടന്ന സംവാദങ്ങളിലൊന്നും പിന്നെ അവസാനം വരുമ്പോൾ നാട്ടിലുണ്ടാവില്ല. പിന്നെ കുറച്ച് ഇറക്കുമതി ചെയ്ത കുറച്ച് ആൾക്കാർ. അപ്പൊ അവസാനം നടന്നു കഴിഞ്ഞ മാസം കണ്ണൂർ ജില്ലയിലെ കമ്പിൽ വെച്ച് ഒരു വാദപ്രതിവാദം നടന്നു. MT പിന്നെ അബൂബക്കർ ദാരിമിയും അതേപോലെ സലീം ഫൈസി ഇർഫാനിയും അടക്കമുള്ള EK വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാരാണ് അവിടെ വന്നത്. അതിന്റെ സീഡ് ലഭ്യമാണ്. നാളെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന് സമീപമുള്ള ഗ്രൗണ്ടിൽ വെച്ച് ആ കമ്പിൽ സംവാദ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വിശദീകരണവും റിഫാഴി മാലയുടെ ഒരു പോസ്റ്റ്മോർട്ടവും ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിന് ശേഷം പെരിന്തൽമണ്ണയിൽ നടക്കുന്നുണ്ട്. അവിടെ മൗലാന ഏതായാലും പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. അതിൽ ഇപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് റിഫാഴി മാല പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരുന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അവിടെ പോലും ആ സംവാദത്തിൽ നമ്മൾ നിശ്ചയിച്ചിരുന്നത് 50 വീതം ശ്രോതാക്കളാണ്. പക്ഷെ ആ 50 ശ്രോതാക്കളിൽ ഞങ്ങളുടെ ഭാഗത്ത് തീർച്ചയായും ഞങ്ങൾക്ക് പറയാൻ കഴിയും അതിൽ ഏകദേശം 75% ഏകദേശം 30-35 ആളുകൾ ആ നാട്ടിലെ സാധാരണ പ്രവർത്തകന്മാരാണ്. മറുഭാഗത്ത് വന്നതോ ഏകദേശം 90% മുസ്ലിയാക്കന്മാരായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകും. ഈ പ്രദേശത്തെ ആണുപെണ്ണ് വ്യത്യാസമില്ലാതെ സുന്നി മുജാഹിദ് നമ്മൾ എണ്ണം തയ്ക്കൊന്നും വേണ്ട. ഇവിടുത്തെ എല്ലാവരും ഇരിക്കട്ടെ. മുജാഹിദ് ഇത്ര സുന്നി ഇത്ര ഒന്നും വേണ്ട. ഈ നാട്ടിൽ ഇതേപോലെ സദസ്സാണ് ഇരിക്കട്ടെ. എല്ലാവരും അതിൽ സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ എല്ലാവരും ഉണ്ടാകും. കുടുംബങ്ങളൊക്കെ ഒന്നിച്ചാണ് ഇരിക്കട്ടെ. സ്ത്രീകളും ഒരു ഭാഗത്തിരിക്കട്ടെ. 2 ഭാഗത്തെ പണ്ഡിതന്മാരും സ്റ്റേജിൽ ഒന്നിരിക്കട്ടെ. 2 ഭാഗത്തെ പണ്ഡിതന്മാരും വിഷയം അവതരിപ്പിച്ച് നിശ്ചയിക്കപ്പെട്ട സമയം സംസാരിക്കട്ടെ.
അതിനുശേഷം സദസ്സിൽ നിന്ന് ആർക്കു വേണമെങ്കിലും ഇതേപോലെ മൈക്കെടുത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൊടുക്കട്ടെ. അങ്ങനത്തെ ഒരു വേദി ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. പല സ്ഥലത്തും ഇത് ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത് തന്നെ ഈ മണ്ണാർക്കാട് അടുത്ത് കുന്തിപ്പുഴയിൽ ഈ ആവശ്യം വെച്ചുകൊണ്ട് കത്ത് കൊടുത്തു. ഈ വിഭാഗം സുന്നിക്കായിരുന്നു. പക്ഷെ അവസാനത്തെ കത്തും കൊണ്ട് പോയിട്ട് 2 മാസമായി മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചതിക്ക് ഞങ്ങൾ ഏറ്റെടുത്തു. ഇനി അതിൽ വേറെ കുറെ ഉപായങ്ങൾ പറഞ്ഞ് അതിന് വ്യവസ്ഥ അതിനിങ്ങനെ എന്ന് പറഞ്ഞ് കുറെ കുരുമാരുണ്ടാക്കിയിട്ട് കെട്ടിക്കുറുക്കുണ്ടാക്കിയിട്ട് ഇത് ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് 2 കൂട്ടർക്കും സൗകര്യത്തിന്റെ ഡേറ്റ് കണ്ട് ആ ഡേറ്റ് ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഈ ഗ്രൗണ്ടിൽ തന്നെ ആയിക്കോട്ടെ. ഇങ്ങനത്തെ ഗ്രൗണ്ടിലോ ഇതിനേക്കാളും വലിയ ഗ്രൗണ്ട് ഇവിടെ ഉണ്ടോ അവിടെ ആയിക്കോട്ടെ. അങ്ങനെ നമുക്ക് ഒന്നിച്ച് നാട്ടുകാര് മൊത്തം പങ്കെടുക്കുന്ന ഒരു ആ നിലക്കുള്ള ഫേസ് ടു ഫേസ്, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ ആ ഫേസ് ടു ഫേസ് ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാം. ഞങ്ങൾ 100 വട്ടം തയ്യാറാണ്. അപ്പോ ഞങ്ങൾക്ക് ചോദ്യം പറയാനുള്ളത്, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ വ്യവസ്ഥകളൊന്നും വേണ്ട, വ്യവസ്ഥകൾ വേണം. ഏത് കാര്യത്തിനും വ്യവസ്ഥകൾ ഉണ്ടാവും. ആ വ്യവസ്ഥകൾ പ്രകാരമുള്ള എത്രയും അടുത്ത ഏത് സമയത്താണ് നിങ്ങൾക്ക് നടത്താൻ താല്പര്യമെങ്കിൽ ആ താല്പര്യമുള്ളത് വെട്ടത്തൂരിലുള്ള താജുദ്ദീൻ സലാഹിയോ മറ്റോ നിങ്ങൾ അതിന് ചുമതലപ്പെടുത്തണം. വളരെ അടുത്തൊരു സമയത്ത് നമുക്കത് നടത്തുകയും ചെയ്യാം. അപ്പോ അത് നമുക്ക് വെട്ടത്തിൽ വെച്ച് നടത്താം. ഈ വ്യവസ്ഥ നമ്മൾ കൂടുന്ന സമയത്ത് ഞങ്ങൾ താജുദ്ദീൻ സലാഹിയുമായിട്ട് ബന്ധപ്പെടാം. ഇത് കൂടുന്ന സമയത്ത് പൊതുജനം ഇതിന് ബുദ്ധിമുട്ടാകുമെങ്കിൽ, എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്ന പക്ഷം നമുക്ക് 2 കൂട്ടർക്കും പണ്ഡിതന്മാർക്ക് തന്നെ ഇരിക്കാമല്ലോ. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ഓക്കെ, സദസ്സിൽ തന്നെ ആവാം. അപ്പോ വൈകാത്തൊരു സമയം നിങ്ങൾ താജുദ്ദീൻ സലാഹിയോട് പറഞ്ഞ് അത് സെറ്റപ്പ് ചെയ്യണം. നിങ്ങൾ പറയുന്ന ഏത് സമയത്ത് ഞങ്ങൾ വേണ്ടി ഏത് ഡേറ്റും കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഏത് ഡേറ്റും നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ ഒഴിവില്ലെങ്കിൽ ഒഴിവുണ്ടാക്കി വരും ഇൻഷാ അല്ലാഹ്. ഇതൊരു പ്രഹസനമായി അല്ലല്ല, ഒരിക്കലുമില്ല. ഇതൊരു പ്രഹസനമായി മാറ്റം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊതുജന ബാഹുല്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. മനസ്സിലായി? പൊതുജന ബാഹുല്യമല്ല പ്രശ്നം. സാധാരണക്കാർ കേൾക്കട്ടെ. സാധാരണ ഇത്തരം വേദികളിൽ അവർക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ടാണ് സാധാരണക്കാർ വരട്ടെ. വെട്ടത്തൂരും പരിസരത്തുമുള്ള നിങ്ങൾ വേണമെങ്കിൽ ലിമിറ്റ് വെച്ചോളി. ഇനി ബാഹുല്യമല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ലിമിറ്റ് വെച്ചോളി. ഈ പഞ്ചായത്തിന് വരാൻ പാടുള്ളൂ വെച്ചോളി, ഒരു കുഴപ്പമില്ല. ഈ വെട്ടത്തൂര് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇവിടെ ഏതാ പഞ്ചായത്ത് എനിക്കറിയില്ല. ആ നിലയ്ക്ക് ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ 2, 3, 4 മഹല്ലോ നിങ്ങൾ ഒരു പരിധി വെച്ചോളി. ഇപ്പൊ ഈ മഹലിൽ മെമ്പർഷിപ്പ് ഉള്ള എല്ലാവരും അങ്ങനെ വെച്ചോളി. അവന്റെ ബാഹുല്യം ഇല്ലല്ലോ. ഈ മഹലിൽ മെമ്പർഷിപ്പ് എത്ര ഉണ്ടാകുക? ഒരു കണക്കുണ്ടാവുമല്ലോ. ആ മെമ്പർഷിപ്പിലെ എല്ലാ മനുഷ്യന്മാരും വന്നോട്ടെ. തൊട്ടടുത്ത മഹലിൽ കൂടി വേണോ? അതും കൂട്ടിക്കോളി. 2, 3, 4 മഹലിലെടുത്തോളി. അവിടെയുള്ള എല്ലാവരും വരട്ടെ. എന്നിട്ട് അലവി സഖാഫി വരട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതേപോലെ തുറന്ന വേദിയിൽ ആദ്യം ഒരു കൂട്ടർ സംസാരിക്കുന്നു, ശേഷം മറ്റൊരു സംസാരിക്കുന്നു. എന്നിട്ട് പോലെ അവിടെ ഇരിക്കുക. ഈ കൂടിയ ആളുകൾക്ക് ആർക്കും ഈ 2 പണ്ഡിതന്മാരിൽ ആരോടും ചോദ്യങ്ങൾ ഉന്നയിക്കാം. ആണു പെണ്ണു വ്യത്യാസമില്ല. അതാണ് നമ്മൾ അംഗീകരിച്ചത്. അതിൽ നിന്ന് ഒരടി പിറകോട്ട് പോകരുത് എന്നാണ് സൂചിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന ഡേറ്റ് എന്നാണോ അത് നിങ്ങൾ നാട്ടിലെ കൂടി തീരുമാനിച്ചാൽ മതി, കുഴപ്പമില്ല. താജുദ്ദീൻ സലാഹി നാട്ടുകാരനാണ്. ഇവിടെ ചോദിച്ച അദ്ദേഹം നാട്ടുകാരനാണ്. നിങ്ങൾ തമ്മിൽ നാളെ തന്നെ ഒന്ന് കണ്ടാളി. താജുദ്ദീനെ വീട്ടിൽ അങ്ങോട്ട് പോവേ, താജുദ്ദീൻ നിങ്ങളെ വീട്ടിൽ അങ്ങോട്ട് വരെ ചെയ്തോളൂ. എന്നിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ പറ്റുന്ന ഡേറ്റ് പറഞ്ഞോളി. അത്രേ ആവശ്യമുള്ളൂ. വിഷയം തന്നെ ആയിക്കോട്ടെ, നബിദിനാഘോഷം തന്നെ ആയിക്കോട്ടെ, നബിദിനാഘോഷം തന്നെ ആയിക്കോട്ടെ വിഷയം. ഇനി അതിന്റെ പേരിലും പ്രശ്നമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ നിലയ്ക്ക് നീങ്ങാം. അൽഹംദുലില്ലാഹ് ഇതൊരു നല്ല ഒരു തുടക്കമായി, ഇത് തുറവിയായി, ഇതൊരു ഫതഹിന്റെ ആരംഭമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല ആ നിലയ്ക്ക് തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരി, അടുത്ത ചോദിക്കാം. ഇവിടെ കൂടെ താജുദ്ദീൻ സലാഹി തൊട്ട് ഇവിടെ കൂടിയ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏകദേശം 1.5-2 വർഷം മുന്നേ ഇതേപോലെ മുജാഹിദിന്റെയും AP വിഭാഗത്തിനും ലെറ്റർ കൊടുത്ത് ഒരു സ്റ്റേജിലിരുന്ന് മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അതിന്റെ രേഖാമൂലം ഒപ്പിട്ട് തന്ന പേപ്പർ ഇന്നും എന്റെ ഫയലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അവസാന സമയം വരുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എന്റെ അനുഭവത്തിലുള്ളതാ. കാരണം ഞാൻ അന്ന് കൊടുത്തിരുന്ന ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു മീഡിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആ മീഡിയക്ക് വേണ്ടി രേഖാമൂലം അപേക്ഷ കൊടുത്തതും വരാന്ന് സമ്മതിച്ചതാണ്. താജുദ്ദീൻ സലാഹിനോട് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ പുറത്തുണ്ടാവും നാസർ മാഷ് ചോദിച്ചാൽ അറിയാം. പക്ഷെ അത് അന്നില്ലാതായത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. അന്നില്ലാതാകാനുള്ള കാരണം അവസാന സമയം വെച്ച് പിന്മാറിയത് കൊണ്ടാണ്. എന്നിട്ടും ഞാനത് കിട്ടാനായിട്ട് ചെയ്തതാണ്. ചാനലിൽ പോയി കഴിഞ്ഞാൽ രേഖാമൂലം കിട്ടും. AP വിഭാഗത്തിന് 2 ആളെ കിട്ടി. അവരെ വെച്ചുകൊണ്ട് നിങ്ങളെ CD വെച്ചുകൊണ്ട് പ്രോഗ്രാം ഉണ്ടാക്കി.
എന്നിട്ട് കാരണം ചാനൽ ടൈം എടുത്തിട്ടാണ് ഞാൻ. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരെ മുന്നിൽ വെച്ച് ഒരു നാടകീയം രംഗം ഉണ്ടാക്കിയാണ്ട് പോകണ്ട. പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പറ്റുമെന്ന് പറയാം. കാരണം വരാന്ന് പറഞ്ഞാണ്ട് എഴുതി ഒപ്പിട്ടുന്ന എഗ്രിമെന്റ് പേപ്പർ എന്റെ അടുത്തുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും സുന്നിയായിട്ടോ മുജാഹിദായിട്ടോ സംഭവിച്ച കാര്യങ്ങളാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തനം ഇല്ലായിരിക്കും. കാരണം ഈ പറയുന്ന സലാഹിയും ഞാനും ഒക്കെ നേരം വെളുത്താ കണ്ടവരാ. ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നവരാ, ഒരുമിച്ച് സംസാരിക്കുന്ന, നമസ്കരിക്കുന്ന. പക്ഷെ അവർക്കിടയിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ തമ്മിലോ വൈരാഗ്യത്തിന് ഇട വരുത്തരുത് എന്നൊരൊറ്റ അപേക്ഷയുള്ളൂ. ഇനി ഒറ്റ കാര്യം എനിക്ക് നാസർ ഖാനോട് പറയാനുള്ളൂ. ആ എഗ്രിമെന്റ് പേപ്പർ ഞാൻ എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പർ തരും. ഞാൻ എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പർ തരും. ഇല്ല നാസർ ഖാൻ, നിങ്ങൾ എന്നെ ഒരു തവണ സമീപിച്ചു, എന്റെ വീട്ടിൽ വന്നു, സംസാരിച്ചു, ഞാൻ നോക്കാം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. എനിക്കതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ താങ്കൾ ഏറ്റെടുത്തോളി, ഇപ്പൊ ഏറ്റെടുത്തോളി. പരസ്യമായി വെട്ടത്തൂരിലെ ആളുകളെ മുന്നിലാണല്ലോ നമ്മൾ പറഞ്ഞത്. എവിടെയാണ് ഞാൻ എഴുതി ഒപ്പിട്ട, നാസർ മാഷ് എഴുതി ഒപ്പിട്ട, ഇവിടുത്തെ ഒരു ബാലവേദി കുട്ടി എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പർ നിങ്ങൾ തന്നാൽ മതി. നാസർ ഖാനെ പോലെ ഈ സമൂഹത്തിൽ ഇവിടുത്തെ പൊതുരംഗത്ത്, പൊളിറ്റിക്കൽ രംഗത്ത്, മീഡിയ രംഗത്ത് ഇടപെടുന്ന ഒരാള് ഒരിക്കലും ഇങ്ങനെ ഏകപക്ഷീയമായ സ്വരത്തിൽ സംസാരിക്കരുത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ എഴുതി ഒപ്പിട്ട ആ കരാർ പത്രം അത് നിങ്ങൾ എനിക്ക് കാണിക്കണം. എവിടെയാണുള്ളത് ആ കരാർ പത്രം? ആയിക്കോട്ടെ, കാരണം ഒന്ന് റെസ്റ്റ് ചെയ്യും. എന്റെ അടുത്ത് ഒപ്പിട്ട പേപ്പർ തന്നത് നാസർ മാഷാണ്. നാസർ മാഷോട് ചോദിച്ചാൽ അറിയുന്നതാണ്. ഞാൻ കാണിച്ചു തരുന്ന, കാരണം ഇപ്പൊ വീട്ടിൽ പോയി എടുത്തോണ്ടിരാൻ ടൈമില്ലല്ലോ. അവർ കാര്യം നാസർ മാഷ് സ്ഥലത്തുണ്ടെങ്കിൽ ഉടനെ ഒന്ന് കയറി വരണം. നാസർ മാഷ് നിങ്ങൾ നാളെ കാണിച്ചാൽ മതി, ഇന്ന് കാണിക്കണ്ട. നിങ്ങൾ ആ വിശ്വാസത്തെ ആയിക്കോട്ടെ. നാസർ മാഷ് അങ്ങനെ എഴുതി ഒപ്പിട്ടിട്ടില്ല. ഇല്ല, ഒരു കരാർ പത്രത്തിലും ഇവിടുത്തെ ഒരു ബാലവേദി കുട്ടി അടക്കം എഴുതി ഒപ്പിട്ടിട്ടില്ല. ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. ഇനി ഞാനിതാ ഇവിടെ വെച്ച് നാസർ ഖാനോട് പറയാണ്, കൃത്യമായി ഞാൻ പറയുന്നു, ഇതാ ഇവിടെ ഒരു പുതിയ വെല്ലുവിളി ഉന്നയിച്ച് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ അതിന്റെ ഇടയിൽ നിന്നോളി, നിങ്ങൾ ഏറ്റെടുത്തോളി. ഇത് പരസ്യമായിട്ട് കാണണമല്ലോ, പിന്നെന്താ പ്രശ്നം? മൈക്കൊടുത്തോളി. ആയിക്കോട്ടെ, മൂപ്പർക്ക് കൊടുക്കും, മൈക്കൊടിക്കും. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, അതേപോലെയുള്ള ഒരു നാടകീയമാവരുത്. ഇപ്പൊ ഇവിടെ പറഞ്ഞ വാക്കുകൾ എന്നേ പറഞ്ഞുള്ളൂ. നാസർ മാഷോട് വിളിച്ചാൽ അറിയാം, നാസർ മാഷക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ എനിക്ക് പള്ള പറയേണ്ട ആവശ്യമല്ല. വരും. ഇല്ല, നിങ്ങൾ നാസർക്ക് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും തരാന്, ഞങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ മൈക്കൊടുക്കി. സുഹൃത്തുക്കളെ, അബ്ദു എന്ന് പറയുന്ന അബ്ദുൽ നാസർ എന്റെ സുഹൃത്ത് ഈ അബ്ദു എന്ന് പറയുന്ന അബ്ദുൽ നാസർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള എഴുത്തുകുത്തോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഈ കിട്ടിയ ഈ അവസരം നമുക്ക് ശരിക്ക് പഠിക്കാനും ഇതിനുള്ള മുതലാക്കാലോ. അബ്ദു ശരിക്ക് ഇപ്പൊ അന്നാ ശ്രമിച്ച ശ്രമം ഇന്നിപ്പോ നമ്മളെ മുസ്തഫ മുളങ്കായി ഓനെ സമീപിച്ചിങ്ങാണ്ട് ഇത് ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിപ്പെട്ട് ഈ ആളുകൾക്ക് മുഴുവൻ ഈ സംശയം തീരുന്ന നിലക്ക് നമുക്കൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഇന്നലെ വരെ വിശ്വസിച്ചു പോന്ന കാര്യങ്ങളിൽ അബദ്ധമുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങൾക്കടക്കം തയ്യാറാണ്. അത് പഠിക്കാനുള്ള ഒരു അവസരം അബ്ദു എന്ന ഈ അബ്ദുൽ നാസർ കൂടി ഉണ്ടാക്കി തരണം എന്ന് അപേക്ഷയോടുകൂടി ഞാനും ഈ അബ്ദുൽ നാസറിന് ഒരെഴുത്തുകുത്തും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് ഈ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു. ഇനി നാസർക്ക് മൈക്ക് കൊടുക്കും. ഇത് ഇതിമ്മ മാത്രം ഒരു മിനിറ്റ് മൈക്കുകൾ കൊടുക്കും. ഇനി ഞാൻ പറഞ്ഞ കേൾക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ നാസർക്കായിനെ വഷളാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്താനോ അല്ല ഞാൻ നിങ്ങളെ എഗ്രിമെന്റ് പേപ്പർ എടുക്കിയെന്ന് പറഞ്ഞു. ഈ രംഗത്ത് 16-ാം വയസ്സിൽ പണി തുടങ്ങിയ ആൾക്കാരെ നമ്മൾ വെട്ടത്തൂര് മദ്രസന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ബാക്കിൽ നിൽക്കുന്ന എന്റെ ഒരു 10 സുഹൃത്തുക്കൾ നിങ്ങൾ കറക്റ്റ് എണ്ണിയാൽ ഓരെ കിട്ടും. ഓരെന്തിനാണ് ഇടക്ക് കൂക്കണത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഈ കൂക്കൽ ഇസ്ലാമിലുള്ളതാ? അതിന്റെ മസല ഞങ്ങളൊന്ന് നാളെ അവിടെ എഴുതി ഒട്ടിക്ക്. ഇസ്ലാം ദീന് പറഞ്ഞെടുത്ത് കൂക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങളെ ഉസ്താദ് അഭ്യർത്ഥിച്ചിട്ട് വരെ നിർത്താതെ സുഹൃത്തുക്കളെ, അതിന്റെയൊക്കെ കാലം വെട്ടത്തൂരി കഴിഞ്ഞു പോയത്. അതൊന്നും നടക്കൂല. ഇനി ഇവിടെ
ഞാൻ കൃത്യമായിട്ട് പറയാം, അതൊന്നും നടക്കൂല. ഇവിടെ ഞാൻ പറയുന്നു, ഈ ഒരു പരിപാടി വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ പരിപാടി നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരി, അടുത്ത ചോദിക്കട്ടെ. ഇവിടെ കൂടിയ താജുദ്ദീൻ സലാഹി തൊട്ട് ഇവിടെ കൂടിയ നാട്ടുകാർക്കൊക്കെ എന്റെ അറിയാം. ഏകദേശം 1.5-2 വർഷം മുന്നേ ഇതേപോലെ മുജാഹിദിന്റെയും AP വിഭാഗത്തിനും ലെറ്റർ കൊടുത്ത് ഒരു സ്റ്റേജിലിരുന്ന് മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അതിന്റെ രേഖാമൂലം ഒപ്പിട്ട് തന്ന പേപ്പർ ഇന്നും എന്റെ ഫയലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അവസാന സമയം വരുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എന്റെ അനുഭവത്തിലുള്ളതാ. കാരണം ഞാൻ അന്ന് കൊടുത്തിരുന്ന ഇന്ന് പ്രവർത്തിക്കുന്ന മീഡിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആ മീഡിയക്ക് വേണ്ടിയാണ് രേഖാമൂലം അപേക്ഷ കൊടുത്തതും വരാന്ന് സമ്മതിച്ചതാണ്. താജുദ്ദീൻ സലാഹിനോട് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ പുറത്തുണ്ടാവും നാസർ മാഷ് ചോദിച്ചാൽ അറിയാം. പക്ഷെ അത് അന്നില്ലാതായത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, അന്നില്ലാതാകാനുള്ള കാരണം അവസാന സമയം വെച്ച് പിന്മാറിയത് കൊണ്ടാണ്. എന്നിട്ടും ഞാനത് കിട്ടാനായിട്ട് ചെയ്തതാണ്. ചാനലിൽ പോയി കഴിഞ്ഞാൽ രേഖാമൂലം കിട്ടും. AP വിഭാഗത്തിന്റെ 2 ആളെ കിട്ടി, അവരെ വെച്ചുകൊണ്ട് നിങ്ങളെ CD വെച്ചുകൊണ്ട് പ്രോഗ്രാം ഉണ്ടാക്കി. എന്നിട്ട് കാരണം ചാനലിന് ടൈം എടുത്തിട്ടാണ് ഞാൻ. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരെ മുന്നിൽ വെച്ച് ഒരു നാടകീയം രംഗം ഉണ്ടാക്കിയാണ്ട് പോകണ്ട, പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പറ്റുമെന്ന് പറയാം. കാരണം വരാന്ന് പറഞ്ഞാണ്ട് എഴുതി ഒപ്പിട്ടുന്ന എഗ്രിമെന്റ് പേപ്പർ എന്റെ അടുത്തുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും സുന്നിയായിട്ടോ മുജാഹിദായിട്ടോ സംഭവിച്ച കാര്യങ്ങളാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തനം ഇല്ലായിരിക്കും. കാരണം ഈ പറയുന്ന സലാഹിയും ഞാനും ഒക്കെ നേരം വെളുത്താ കണ്ടവരാ, ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നവരാ, ഒരുമിച്ച് നമസ്കരിക്കുന്ന. പക്ഷെ അവർക്കിടയിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ തമ്മിൽ വൈരാഗ്യത്തിന് ഇട വരുത്തരുത് എന്നൊരൊറ്റ അപേക്ഷയുള്ളൂ. ഇനി ഒറ്റ കാര്യം എനിക്ക് നാസർക്കാരനോട് പറയാനുള്ളൂ. ആ എഗ്രിമെന്റ് പേപ്പർ ഞാൻ എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പർ തരും. ഞാൻ എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പർ തരും. ഇല്ല നാസർക്ക, നിങ്ങൾ എന്നെ ഒരു തവണ സമീപിച്ചു, എന്റെ വീട്ടിൽ വന്നു സംസാരിച്ചു, ഞാൻ നോക്കാം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. എനിക്കതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ താങ്കൾ ഏറ്റെടുത്തോളി, ഇപ്പൊ ഏറ്റെടുത്തോളി. പരസ്യമായി വെട്ടത്തൂരിലെ ആളുകളെ മുന്നിലാണല്ലോ നമ്മൾ പറഞ്ഞത്. എവിടെയാണ് ഞാൻ എഴുതി ഒപ്പിട്ട, നാസർ മാഷ് എഴുതി ഒപ്പിട്ട, ഇവിടുത്തെ ഒരു ബാലവേദി കുട്ടി എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പറുകൾ തന്നാൽ മതി. നാസർ ഖാനെ പോലെ ഈ സമൂഹത്തിൽ ഇവിടുത്തെ പൊതുരംഗത്ത്, പൊളിറ്റിക്കൽ രംഗത്ത്, മീഡിയ രംഗത്ത് ഇടപെടുന്ന ഒരാള് ഒരിക്കലും ഇങ്ങനെ ഏകപക്ഷീയമായ സ്വരത്തിൽ സംസാരിക്കരുത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ. ഞാൻ എഴുതി ഒപ്പിട്ട ആ കരാർ പത്രം അത് നിങ്ങൾ എനിക്ക് കാണിക്കണം. എവിടെയാണുള്ളത് ആ കരാർ പത്രം? ആയിക്കോട്ടെ, കാരണമല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യും. എന്റെ അടുത്ത് ഒപ്പിട്ട പേപ്പർ തന്നത് നാസർ മാഷാണ്. നാസർ മാഷോട് ചോദിച്ചാൽ അറിയുന്നതാണ്. ഞാൻ കാണിച്ചു തരണം. കാരണം ഇപ്പൊ വീട്ടിൽ പോയി എടുത്തോണ്ടിരാൻ ടൈമില്ലല്ലോ. അവർ കാര്യം നാസർ മാഷ് സ്ഥലത്തുണ്ടെങ്കിൽ ഉടനെ ഒന്ന് കയറി വരണം. നാസർ മാഷ് നിങ്ങൾ നാളെ കാണിച്ചാൽ മതി, ഇന്ന് കാണിക്കണ്ട. നിങ്ങൾ അവിശ്വാസത്തെ ആയിക്കോട്ടെ. നാസർ മാഷ് അങ്ങനെ എഴുതി ഒപ്പിട്ടിട്ടില്ല. ഇല്ല, ഒരു കരാർ പത്രത്തിലും ഇവിടുത്തെ ഒരു ബാലവേദി കുട്ടി അടക്കം എഴുതി ഒപ്പിട്ടിട്ടില്ല. ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. ഇനി ഞാനിതാ ഇവിടെ വെച്ച് നാസർ ഖാനോട് പറയാണ്, കൃത്യമായി ഞാൻ പറയുന്നു, ഇതാ ഇവിടെ ഒരു പുതിയ വെല്ലുവിളി ഉന്നയിച്ച് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ അതിന്റെ ഇടയിൽ നിന്നോളി, നിങ്ങൾ ഏറ്റെടുത്തോളി. ഇത് പരസ്യമായിട്ട് കാണണമല്ലോ, പിന്നെന്താ പ്രശ്നം? മൈക്കൊടുത്തോളൂ. ആയിക്കോട്ടെ, മൂപ്പർക്ക് കൊടുക്കും, മൈക്കൊടിക്കും. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, അതേപോലെയുള്ള നാടകീയമാവരുത്. ഇപ്പൊ ഇവിടെ പറഞ്ഞ വാക്കുകൾ എന്നേ പറഞ്ഞുള്ളൂ. നാസർ മാഷോട് വിളിച്ചാൽ അറിയാം. നാസർ മാഷക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ അത് എനിക്ക് പള്ള പറയേണ്ട ആവശ്യമല്ല. വരും. ഇല്ല, നിങ്ങൾ നാസർക്ക് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും തരാന്, ഞങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ മൈക്കൊടുക്കും. അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. അബ്ദു എന്ന് പറയുന്ന അബ്ദുൽ നാസർ എന്റെ സുഹൃത്ത് ഈ അബ്ദു എന്ന് പറയുന്ന അബ്ദുൽ നാസർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എന്നോടും പറഞ്ഞിട്ടുണ്ട്, അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള എഴുത്തുകുത്തോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഈ കിട്ടിയ ഈ അവസരം നമുക്ക് ശരിക്ക് പഠിക്കാനും ഇതിനുള്ള മുതലാക്കാലോ. അബ്ദു ശരിക്ക് ഇപ്പൊ അന്നാ ശ്രമിച്ച ശ്രമം ഇന്ന് ഇപ്പൊ നമ്മളെ മുസ്തഫ മുളങ്കായി ഓനെ സമീപിച്ചിങ്ങാണ്ട് ഇത് ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിപ്പെട്ട് ഈ ആളുകൾക്ക് മുഴുവൻ
ഈ സംശയം തീരുന്ന നിലക്ക് നമുക്കൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഇന്നലെ വരെ വിശ്വസിച്ചു പോന്ന കാര്യങ്ങളിൽ അബദ്ധമുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങൾക്കടക്കം തയ്യാറാണ്. അത് പഠിക്കാനുള്ള ഒരു അവസരം അബ്ദു എന്ന ഈ അബ്ദുൽ നാസർ കൂടി ഉണ്ടാക്കി തരണം എന്ന് അപേക്ഷയോടുകൂടി ഞാനും ഈ അബ്ദുൽ നാസറിന് ഒരെഴുത്തുമുത്തും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് ഈ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു. ഇനി നാസർക്ക് മൈക്ക് കൊടുക്കും. ഇത് ഇതിമ്മ മാത്രം ഒരു മിനിറ്റ് മൈക്കുകൾ കൊടുക്കും. ഇനി ഞാൻ പറഞ്ഞ കേൾക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നാസർക്കായിനെ വഷളാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്താനോ അല്ല ഞാൻ നിങ്ങളെ എഗ്രിമെന്റ് പേപ്പർ എടുക്കിയെന്ന് പറഞ്ഞു. ഈ രംഗത്ത് 16-ാം വയസ്സിൽ പണി തുടങ്ങിയ ആൾക്കാരെ നമ്മൾ വെട്ടത്തൂര് മദ്രസന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ബാക്കിൽ നിൽക്കുന്ന എന്റെ ഒരു 10 സുഹൃത്തുക്കൾ നിങ്ങൾ കറക്റ്റ് എണ്ണിയാലോരെ കിട്ടും. ഒരെന്തിനാണ് ഇടക്ക് കൂക്കണത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഈ കൂക്കൽ ഇസ്ലാമിലുള്ളതാ? അതിന്റെ മസല ഞങ്ങളൊന്ന് നാളെ അവിടെ എഴുതി ഒട്ടിക്ക്. ഇസ്ലാം ദീന് പറഞ്ഞെടുത്ത് കൂക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങളെ ഉസ്താദ് അഭ്യർത്ഥിച്ചിട്ട് വരെ നിർത്താത്ത സുഹൃത്തുക്കളെ, അതിന്റെയൊക്കെ കാലം വെട്ടത്തൂരി കഴിഞ്ഞു പോയത്. അതൊന്നും നടക്കൂല. ഇനി ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം, അതൊന്നും നടക്കൂല. ഇവിടെ ഞാൻ പറയുന്നു, ഈ ഒരു പരിപാടി വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ പരിപാടി, ആ പരിപാടിയിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടല്ല. അള്ളാഹു സാക്ഷി, ഈ കാര്യവുമായി മുന്നിട്ട് വരാൻ മറുകക്ഷി റെഡിയാണെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ നാട്ടുകാരൻ എന്നുള്ള നിൽക്കും, ഈ കൂട്ടായ്മയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്നുള്ള നിൽക്കും അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നവരോട് സഹകരിക്കാൻ റെഡിയാണ്. സംവാദങ്ങൾ നേരത്തെ നമ്മൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഡേറ്റ് അറിയിച്ചാൽ ഇൻഷാ അള്ളാ ആ ഡേറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളോട് മുന്നോട്ട് പോകാം. നബിദിനാഘോഷം സത്യമോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിക്കാം. അതാണ് ഇവിടെ മുഖാമുഖമായി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ബഹുമാനനായ കെ അബ്ദുൽ മജീദ് വട്ടത്തൂർ അത് എഴുതി തന്നൊരു ചോദ്യത്തിലേക്ക് കടന്ന് നമ്മൾ ചോദ്യോത്തരം തുടരുകയാണ്. ഇതിമ മാത്രം ഒരു പരിപാടി അവസാനിക്കുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. ഇൽമിയായ വൈജ്ഞാനികമായ ചർച്ചയാണ് ഇവിടെ നടക്കേണ്ടത്. അത് എഴുതിയ ചോദ്യതാണ്. കത്ത് ഒരു കവറിലിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചോദ്യം തികച്ചും വ്യക്തിപരമായ സംശയ നിവാരണത്തിന്റെ ഭാഗമാണ്. ഒരു സംഘടനയുടെയും ഉസ്താദുമാരുടെ പിൻബലം ഇതിനില്ല. സുന്നികൾ നടത്തിവരുന്ന മൗലിദും മീലാദും റാത്തീബും ഹദ്ദാദും തുടങ്ങിയവ ബിദഅത്തും ശിർക്കും കുഫറുമൊക്കെയാണെന്ന് പ്രചരിപ്പിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പിന്തുടർന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. അവരുടെ നമസ്കാരം ശരിയാകുമോ? ഏതവസ്ഥയായാലും സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനല്ലേ? അല്ലെങ്കിൽ അവർ കപട വിശ്വാസികളല്ലേ? കെ അബ്ദുൽ മജീദ് വട്ടത്തൂർ 98 46 81 53 15 നമ്പറിലുള്ളൊരു ചോദ്യമാണ്. ഇനി ചോദ്യങ്ങൾ വരട്ടെ, വൈജ്ഞാനികമായ ചർച്ചകളും ചോദ്യങ്ങളും ഇൻഷാ അല്ലാഹ് വരട്ടെ. കാരണവരൊന്നിരിക്കും, നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥനാകാൻ പാടില്ല. നിങ്ങളെ ഇവിടുന്ന് മാറ്റിയത് ഉസ്താദുമാർ ആവശ്യപ്പെട്ടിട്ടാണ്. അവർക്ക് അവസരം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അതെ, അവരാവശ്യപ്പെട്ടിട്ടാണ്. അവർക്ക് കൊടുത്ത അവർക്ക് ഇനിയും വരാം, ഇനിയും ചോദിക്കാം. ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ ഒരു സക്കാഫി പ്രസംഗിച്ചിരുന്നു, മൊയ്നുൽ ഹക്ക് എന്ന് എന്താണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെയാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിച്ചത്. അദ്ദേഹം കിതാബ് ഓതിയ ആളാണ്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞ് ഞങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടിരുന്നതാണ്. പണ്ഡിതന്മാരെ കൊണ്ടുവരും, ഇൽമുള്ളവരെ കൊണ്ടുവരും, കിതാബ് ഇടത്തുനിന്ന് വലത്തേക്ക് വായിക്കാൻ പറ്റുന്നവരെ കൊണ്ടുവരും. അവരെയാണ് കൊണ്ടുവരേണ്ടതെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ പറയുന്നു, അത് ശ്രദ്ധിക്കുക. അപ്പൊ അൽഹംദുലില്ലാഹ്, അതായിരുന്നാലും ഒരു വഴിത്തിരിവിലേക്ക് നമുക്ക് ഈ ഒരു മുഖാമുഖം എത്തിയിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സംവാദം പ്രതീക്ഷിക്കാം. ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, അലവി സഖാഫി വരട്ടെ. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാർക്കും ലൈവായി നേർക്കുനേരെ ഇരുന്നു കേൾക്കാൻ, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ എല്ലാം അവസരമുള്ള ആദ്യത്തെ സംവാദം ഇൻഷാ അല്ലാഹ് വെട്ടത്തൂര് ചാവും. കേരള ചരിത്രത്തിൽ അത്തരമൊരു സംവാദം നടന്നിട്ടില്ല. നാട്ടുകാർക്ക് ചാൻസ് ഉള്ള, നാട്ടിലെ എല്ലാ മെമ്പർമാരും ആണു പെണ്ണ് വ്യത്യാസമില്ലാതെ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കുകയും അതിൽ ആവശ്യക്കാർക്ക് ചോദ്യം ഉന്നയിക്കാൻ അവസരമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സംവാദം കേരളം മണ്ണിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സംവാദങ്ങളുടെ ചരിത്രത്തിൽ ഇനി ഇൻഷാ അല്ലാഹ് അത്തരം സംവാദങ്ങൾ തുടർന്നും വരേണ്ടതുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. കാരണം എന്താ അറിയോ, 1-2 മാത്രം മൂലയന്മാരെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ സാധാരണക്കാർ പറയും, എന്താ ഓല് കുറെ കിതാബ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും. മാത്രവുമല്ല, സാധാരണക്കാർ ചോദിക്കുമ്പോ നിസ്വാർത്ഥമായ ചോദ്യങ്ങൾ വരും, ആത്മാർത്ഥമായ ചോദ്യങ്ങൾ വരും. ഇതൊക്കെ ദീനാണ്, ശരിയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന മനുഷ്യന്മാർ തീർച്ചയായും ചോദിക്കും. ആ ചോദ്യത്തിന് ഏറ്റവും മാന്യമായി മറുപടി പറഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് ആ നാട്ടിൽ മാറ്റമുണ്ടാക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങളിത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു, ഈ നാട്ടിൽ അത് നടക്കണം. അത് നടക്കാൻ
എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുങ്ങുക. ഇൻഷാ അല്ലാഹ് നടക്കും. ഈ നാട്ടിൽ എല്ലാവരും കൂടി എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരമുള്ള ഒരു സംവാദം. ഡേറ്റ് ഞങ്ങൾ പറഞ്ഞു. അവർക്ക് സൗകര്യമുള്ള ഏത് ഡേറ്റും അവർ അറിയിച്ചോട്ടെ, ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അറിയിക്കുമ്പോൾ 1, 2, 3 ഡേറ്റ് അറിയിച്ചാൽ കുറച്ച് സൗകര്യമാണ്. ഈ ഒരു ഡേറ്റ് പറഞ്ഞു, ഞാൻ അന്നിന്റെ ആ സൗകര്യം പോകണ്ടല്ലോ. അപ്പൊ 1, 2, 3 ഡേറ്റുകൾ അവർ അറിയിക്കുക. അതിൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും അനുയോജ്യമായ ഡേറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ നൽകാം. അതൊരു പകൽ സമയത്ത് രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ നടക്കട്ടെ. രാവിലെ ഇരുന്നാല് വൈകുന്നേരം വരെ ഒരു 6, 7, 8 മണിക്കൂർ സമയം നമുക്ക് കിട്ടും. യഥേഷ്ടം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരട്ടെ, ആളുകൾ ചോദിക്കട്ടെ. വിഷയം നബിദിനാഘോഷം തന്നെയാവട്ടെ. കാരണം അതാണല്ലോ ഇവിടെ ചർച്ച, അതാണല്ലോ ചർച്ച. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്ന നബിദിനാഘോഷം ബിദ്അത്താണ്. ഞങ്ങളെ വാദവും പറഞ്ഞു കഴിഞ്ഞു. നബിദിനാഘോഷം ബിദ്അത്താണ്. ഇനി മറുഭാഗത്തല്ല നബിദിനാഘോഷം സുന്നത്താണ് എന്നോ ഫർളാണ് എന്നോ ഒക്കെയുള്ള വാദമുണ്ടോ എങ്കിൽ ആ വാദം അവർ ഉന്നയിക്കട്ടെ. അങ്ങനെ ആ ഒരു വിഷയത്തിൽ ഊന്നി ഈ നാട്ടിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഈ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള പൊതുവായുള്ള തീരുമാനപ്രകാരം തന്നെ ആ സംവാദം നടക്കട്ടെ. അനബി സഖാഫി വരണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതാണ് അൽഹംദുലില്ലാഹ് റബ്ബ് നമുക്ക് ഹഖ് മനസ്സിലാക്കാൻ പിൻപറ്റാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഇവിടെ ഉന്നയിക്കപ്പെട്ടത് ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത് തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ, അയാളുടെ പിന്നിലുള്ള നിസ്കാരമാണ്. അവിടെ 2-3 വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ശിർക്ക് ചെയ്യുന്നവൻ ആരാണെങ്കിലും അവന്റെ എല്ലാ കർമ്മങ്ങളും ബാത്തിലാണ് എന്ന് ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിച്ചതാണ്. ആ ശിർക്ക് ആര് ചെയ്താലും, ഞാൻ ചെയ്താലും ശരി, ഇവിടെ മറ്റൊരാൾ ചെയ്താലും ശരി, അത് സുന്നി ചെയ്താലും മുജാഹിദ് ചെയ്താലും അല്ലാത്തവൻ ചെയ്താലും ആര് ചെയ്താലും ശരി, വിശുദ്ധ ഖുർആൻ 39-ാമത്തെ അധ്യായം 65-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നബിയെ, താങ്കൾ ശിർക്ക് ചെയ്താലും ശരി, താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. ഇതൊരു അടിസ്ഥാനമാണ്. ഇതൊരിക്കലും ഒരു സുന്നി മുജാഹിദ് വിഷയമല്ല. ഇത് പറഞ്ഞ കേട്ടുന്നിട്ട്, ഇത് സുന്നി മുജാഹിദ് തർക്കത്തിന്റെ വിഷയമല്ല. ഇത് സുന്നിക്കും മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ ബാധകമായ ഇസ്ലാമിന്റെ നിയമമാണ്. ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അയാൾ ചെയ്ത എല്ലാ അമലും ബാത്തിലാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. സൂറത്തു അൻആമിൽ 18 അമ്പിയാക്കന്മാരെ പേരുണ്ട്. മൊത്തം ഖുർആനിൽ 25 നബിമാരെ പേരുണ്ട്. അതിൽ 18 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞ സൂറത്താണ് സൂറത്തു അൻആം. അതിൽ 86-ാമത്തെ ആയത്ത് വരെയായി 18 അമ്പിയാക്കന്മാരെ പേര് പരാമർശിച്ചു. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയാക്കളെ പിൻപറ്റിയവരെ പറ്റിയും പരാമർശമുണ്ട്. ശേഷം 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട അമ്പിയാക്കളോ ഈ അമ്പിയാക്കളെ പിൻപറ്റിയവരോ ആരാണെങ്കിലും ശരി ശിർക്ക് ചെയ്താൽ അവരെ എല്ലാ അമലും ബാത്തിലാണ്. നമുക്കറിയാം, അമ്പിയാക്കൾ ശിർക്ക് ചെയ്യൂല, അമ്പിയാക്കളെ ഹറാമും ചെയ്യൂല. അമ്പിയാക്കൾ പാപമില്ലാത്തവരാണ്, മഅസൂമാരാണ്, പാപസുരക്ഷിതരാണ്. എന്നിട്ട് പോലും അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഗൗരവം തന്നെയാണ്. അത്തരം ആളുകൾ മുന്നിലിരുന്നാലും പിന്നിലിരുന്നാലും ശരി, ശിർക്കാണോ അവർക്കുള്ളത്, അവൻ സുന്നിയാവട്ടെ മുജാഹിദാവട്ടെ ഏതാവട്ടെ, അവന്റെ കർമ്മങ്ങളെല്ലാം ബാത്തിലാണ്, നിഷ്ഫലമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. പിന്നെ ഒരു നാട്ടിൽ ആര് ഇമാമാവണം, അത് നാട്ടിലെ ഓരോ വ്യക്തികളും പോയി തീരുമാനിക്കേണ്ടതല്ല. നാട്ടിൽ ഉത്തരപ്പെട്ട ഒരു മഹല്ല് നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന് അതിൽ അള്ളാന്റെ കോടതിയിൽ തീർച്ചയായും ചോദ്യമുണ്ടാകും, സംശയമൊന്നുമില്ല. മഹല്ല് സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതെങ്കിലും മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല ദീനിൽ. നേരെ മറിച്ച് ആ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ ഇമാമിന്റെ വിഷയം, അവിടുത്തെ മുഅദ്ദിന്റെ വിഷയം, അവിടുത്തെ പള്ളിയുടെ കാര്യങ്ങൾ, അവിടുത്തെ കണക്ക് കാര്യങ്ങൾ, ഇതിലൊക്കെ നാളെ പരലോകത്ത് തീർച്ചയായും ചോദ്യമുണ്ടാകും. അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാർ ചെയ്യേണ്ടതാണ് അള്ളാഹിനെ പേടിയുള്ള, തഖ്വയുള്ള, തൗഹീദുള്ള, ഇഖ്ലാസുള്ള, ദീനുള്ള, മുത്തഖിയായ മനുഷ്യനെ ഇമാമായി നിശ്ചയിക്കുക എന്നുള്ളത്. നിശ്ചയിക്കാൻ പറ്റുന്ന ഓരോരുത്തരും വന്നിട്ട് ആ ഇമാമിന്റെ വിശ്വാസം എന്താ, അയാൾ ആചാരം എന്താ, അയാൾ ഉതിർത്തിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഉദൂല്ലാത്ത ഒരാളെ പിന്നെ നിശ്ചയിക്കാൻ പറ്റുമോ വെച്ചാൽ ഇല്ലല്ലോ. എന്നാൽ ഒരാൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് ഇമാമലങ്ങൾ ഉതിർത്തക്കണോ എന്ന് നമ്മളാരും ചോദിക്കുന്നില്ലല്ലോ. അയാൾ ഉതിർത്തണോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കില്ല. എന്നാൽ നിസ്കാരത്തിന്റെ മസ്അല അറിയുന്ന, ഉദൂ ഷർത്താന്ന് അറിയുന്ന ഒരാളാണ് ഇമാമായി നിശ്ചയിക്കേണ്ടത്. ഇനി ഒരാൾ ഉതിർത്തില്ല നമുക്ക് ഉറപ്പാണ്, അയാൾ ഉദൂ എടുക്കാത്ത ആളാന്ന് ഉറപ്പാണ്, എങ്കിൽ നമുക്ക് അയാളെ പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞ ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല, ഞാൻ അങ്ങനെ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാനില്ല എന്ന് പറയേണ്ടി വരും. എന്നതുപോലെ ഒരാൾ വ്യക്തമായി ശിർക്കും അതേപോലെ കുഫറും ആയ ആശയങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന് വാഹകരായി നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെ ഇമാമായി നിശ്ചയിക്കാൻ പാടില്ല.
അയാളെ പിന്നീട് സുന്നിയും നിസ്കരിക്കാൻ പാടില്ല, മുജാഹിദും നിസ്കരിക്കാൻ പാടില്ല, ജമാഅത്തും നിസ്കരിക്കാൻ പാടില്ല, ഒരു മനുഷ്യനും അയാളെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല. അയാൾ ഇനി സുന്നിയായാലും വേണ്ടില്ല, മുജാഹിദായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, വ്യക്തമായ ശിർക്കിന്റെ ആളായി മാറുകയും ശിർക്ക് പ്രചരിപ്പിക്കുകയും ശിർക്കിലേക്ക് ആളെ കൂട്ടുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ പിറകിൽ ഒരാളും നിസ്കരിക്കാവതല്ല, അയാളെ നിസ്കാരം സ്വീകാര്യമല്ല എന്നതാണ് അതിൽ ഇസ്ലാം പഠിപ്പിച്ച മസ്അല. അല്ലാഹു അഅലം. താജുദ്ദീൻ എന്റെ അയൽവാസിയാണ്, എന്റെ നാട്ടുകാരനാണ്. ഇന്ന താജുദ്ദീൻ അറിയാം, താജുദ്ദീൻ ഇന്നെ അറിയാം. വെട്ടത്തൂർ മദ്രസയിലാണ് താജുദ്ദീൻ പഠിച്ചിട്ടുള്ളത്. അന്ന് അവന്റെ ഉപ്പ മദ്രസയിലേക്ക് അയച്ചപ്പോൾ ഉപ്പയും സുന്നിയാണ്, അവനും സുന്നിയാണ്. സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയും എന്ന മസാല ഷാഫി മദ്ഹബ് അനുസരിച്ച് അവന് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അവന് ഹിദായത്തിന്റെ വാദവുമായി, ഹിദായത്തിന്റെ ഗ്രന്ഥവുമായി ജിബ്രീൽ അവനിലേക്ക് ഇറങ്ങിയത്. ഒന്ന്. രണ്ടാമത് കൂക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ആ മജീദ് പത്തപ്പിരം എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ചോദിക്കാൻ അനുവദിക്കാത്തിലുള്ള കൂക്കലാണ്, അല്ലാതെ നിങ്ങളെ പ്രതിഷേധിച്ചുള്ള കൂക്കലല്ല. അൽഹംദുലില്ലാഹ്. കാരണം ഒരു ചെറുമൻ വന്ന് ചോദിക്കാണ്, എന്താ മാപ്പിളക്കുട്ടിയെ ഇസ്ലാമാകാനുള്ള മാനദണ്ഡം, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പാപ്പരത്തമാണ്. പറഞ്ഞു കൊടുക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ ഷഹാദത്ത് രണ്ടും ഉച്ചരിച്ച് മനസ്സ് തുറന്ന് വായ് കൊണ്ട് നാവ് തുറന്ന് പരസ്യമായിട്ട് വെളിവാക്കി പറയലാണ് അതിനുള്ള മാനദണ്ഡം എന്ന് വെളിവാക്കി പറയണം. ഇതല്ലേ ഇസ്ലാം, ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്, ഇതല്ലേ ഖുർആന്, ഇതല്ലേ കിതാബ്, ഇതല്ലേ ബുഖാരി, ഇതല്ലേ സിഹിയാസുന്ന, ഇതല്ലേ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞത്. എന്തുകൊണ്ട് ആ മാനദണ്ഡം ഒരു വ്യക്തി ചോദിച്ച് ലക്ഷങ്ങൾ പഠിക്കുക അങ്ങനെയല്ലേ മാനദണ്ഡം? അതിനെന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് തിരിച്ചു ഒരു ചോദ്യം കൂടി ചോദിക്കാണ്. കാരണം ഒരു വ്യക്തി ചോദിക്കാണ്, അയാൾ ചോദിക്കട്ടെ, അയാൾക്ക് ചോദിക്കാൻ അനുവാദം കൊടുക്കൂ. എല്ലാവരും പഠിക്കട്ടെ. ഈ സാസിൽ എത്രയോ ആൾക്കാരുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരുണ്ട്, മുജാഹിദീങ്ങളുണ്ട്, കുറച്ച് മുജാഹിദീങ്ങളുണ്ട്, കൂടുതൽ മുജാഹിദീങ്ങളുണ്ട്, കുറച്ച് സുന്നികളുണ്ട്, മുജാഹിദുണ്ട്. എല്ലാവർക്കും വിഷയം പഠിക്കാൻ വേണ്ടി ഒരാൾ ചോദിക്കുക, അങ്ങനല്ലേ? ഇപ്പൊ നമ്മളെ മദ്രസയിൽ സ്കൂളുകൾക്ക് അറിയാം. മനസ്സിലായി. ഒരു മിനിറ്റ്, നമ്മൾ ഏതായാലും സംവാദം നിശ്ചയിച്ചല്ലോ. നമ്മൾ സംവാദം നിശ്ചയിച്ചു. ഇൻഷാ അല്ലാഹ് അലവി സഖാഫി വരും. ഇതിന് തൗഫീഖും ആരോഗ്യവും ആയുസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അപ്പൊ പഠിക്കാം. ഇനി നമ്മൾ മജീനെ വിടുക, അവനെ ഇടങ്ങാറാക്കണ്ട. ഇനി നാട്ടിലേക്കൊക്കെ പഠിക്കാൻ ചാൻസ് ആയി. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ അലവി സഖാഫിനെ കൊണ്ടുവരി, അതല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെ ജിബ്രീൽ വന്നത്, എവിടെ ഹിദായത്ത് കിട്ടിയത്, ആരാ ആയത്ത് ഓതി കൊടുത്തത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാലോ. അപ്പൊ നിങ്ങൾക്ക് അയിമ തന്നെ എടുക്കാനാണ്. ഈ സമയത്തും കൊണ്ട് നിങ്ങൾക്ക് 10 ചോദ്യം ചോദിക്കായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു 10 ചോദ്യം ചോദിച്ചാൽ എത്ര മനുഷ്യന്മാർക്ക് പഠിയും? അപ്പൊ ആളുകൾ പഠിയരുത് എന്നൊരു നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാൽ അതെന്നെ സംശയിക്കാൻ പറ്റുമോ? അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ നമ്മൾ സംവാദം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് പഠിക്കാൻ ആ അവസരം ഉപയോഗപ്പെടുത്താം. ഇത് ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരമായി പോട്ടെ, ഇത് ചോദ്യോത്തരമായി പോകട്ടെ. അൽഹംദുലില്ലാഹ് നല്ല നല്ല ചോദ്യങ്ങൾ വേട്ടെ. ഞങ്ങൾ ഇവിടെ വ്യക്തമായി പറഞ്ഞല്ലോ. നിങ്ങൾ കേക്കി മുസ്ലിയാലെ കേക്കി, കുറച്ച് നിങ്ങൾക്ക് മുജാഹിദ് കേൾക്കുള്ളൂ, അല്ലാതെ കേൾക്കൂല, എപ്പോഴും ചാൻസ് കിട്ടൂല. നിങ്ങൾ കേൾക്കി, അങ്ങനെ കേട്ടാ നമ്മളൊക്കെ തന്നെ ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ വ്യക്തമായി പറഞ്ഞു നബിദിനാഘോഷം ബിദ്അത്താണ്. അത് നമ്മുടെ വിഷയം. എന്തുകൊണ്ട് ബിദ്അത്താണ്? എന്തുകൊണ്ട് ബിദ്അത്താണ്? പ്രവാചകർക്കത് പരിചയമില്ല, സഹാബിമാർക്കത് പരിചയമില്ല, താബിഉകൾക്കത് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, അബൂ ഹനീഫ ഇമാമിന് പരിചയമില്ല, ഇമാം മാലിക്കിന് പരിചയമില്ല, ഇമാം അഹ്മദിന് പരിചയമില്ല, ഇമാം ബുഖാരിക്ക് പരിചയമില്ല. ഇപ്പൊ നിങ്ങൾ സിഹാഹു സിത്ത പറഞ്ഞല്ലോ, ആ സിഹാഹു സിത്തക്കാർക്കും പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല, റിഫായി ശൈഖിന് പരിചയമില്ല. അല്ല, അവർ കേക്കി അവർക്കൊക്കെ പരിചയമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളത് പറഞ്ഞോലോ, അതിന് മജീദിനെ കത്തിക്കൂതല്ലോ. അപ്പൊ നിങ്ങൾക്കും അറിയാം ഓൽക്കാർക്കും പരിചയമില്ല എന്നുള്ളത്. നിങ്ങൾക്കത് ബോധ്യമുണ്ട്, നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താ? നിങ്ങളെ പറഞ്ഞത് ശരിയല്ല, ഇത് അള്ളാഹുവിന്റെ റസൂല് ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം കണ്ണൂരിൽ നടന്ന വാദപ്രതിവാദത്തിൽ ഞങ്ങൾ മുസ്ലിയാക്കന്മാർ ചോദിച്ചു. കാരണം ഈ നാട് മുഴുവൻ റബീഉൽ അവ്വൽ മാസത്തിൽ ഫ്ലക്സ് വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗലിദിന്റെ മഹത്വം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബിമാർ, ഹസൻ ബസ്രിയെപ്പോൾ താബിഈകൾ, അവരൊക്കെ മൗലിദിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാട് നീളെ ഫ്ലക്സ് വെച്ചു. ഞങ്ങൾ അന്ന് മുസ്ലിയാക്കന്മാർ ചോദിച്ചു, അവരാരെങ്കിലും പറഞ്ഞത് എവിടെങ്കിലും കാണിക്കാൻ പറ്റുമോ? ആ മുസ്ലിയാർ കഴിഞ്ഞിട്ടില്ല. അതാണ് മുസ്ലിയാർ എവിടെ വിഷയം വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ 2 മണിക്കൂർ മജീദിന്റെ പേരും പറഞ്ഞ് ഓല മഹത്വം പറഞ്ഞ് കളയാളതല്ല. നിങ്ങൾ കേക്കി, ഇത് കേക്കി, ഇത് നല്ലതാണ് കേക്കി. നിങ്ങൾക്ക് ബേജാണ്ട് കേട്ടായിരുന്നാ നിങ്ങൾക്ക് അറിയാം. എല്ലാം നിങ്ങൾ കേക്കി, ബേജാണ്ട് കേക്കി നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീർത്തു പ്രഖ്യാപിക്കുന്നു, നബിദിനാഘോഷം ബിദ്അത്താണ്, പുത്തൻ വാദമാണ്, അത് പിൽക്കാലത്ത് വന്നതാണ്.
പ്രവാചകരോ സ്വഹാബത്തോ താബിഴുകളോ തബഴുത്താബികളോ, നിങ്ങളിപ്പോ ഷാഫി മദ്ഹബ് പറഞ്ഞല്ലോ, ആ ഇമാം ഷാഫിക്ക് പോലും അത് പരിചയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിയാക്കന്മാര് വരട്ടെ എന്നത്. കാരണം ഓലിക്കുള്ള കിതാബ് അറിയാം, എന്നിട്ട് ഓല് വായിച്ച് കാണിച്ചിരട്ടെ. ഇതാ ഇമാം ഷാഫി നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാം അബൂ ഹനീഫ നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ കാണിച്ചിരട്ടെ. മോലേമാർ അതിനാ വരേണ്ടത്, അതിനാ മുസ്ലിയാക്കന്മാര് വരേണ്ടത്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ മുസ്ലിയാർക്കും ഒരു കിതാബുമായി വന്നിട്ട് ഇതാ ഇമാം ഷാഫി പറയുന്നു നബിദിനം ആഘോഷിക്കാൻ എന്നത് എഴുതിയത് കാണിച്ചു തരാൻ ഖിയാമത്ത് നാൾ വരെ ഒരു മുസ്ലിയാർക്കും സാധ്യമല്ലേ അല്ല. തീർത്ഥങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് ഞങ്ങൾ അലവി സഖാഫി എന്നതും കാണില്ല, സംവാദം നടത്തിയിട്ടും കാണില്ല, എവിടെയും അത് ഉണ്ടാവൂല. സാധാരണക്കാരായ ചെറുപ്രാക്കാരായ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള മുസ്ലിയാക്കന്മാരെ വിശ്വാസം വലിയ വലിയ ഉസ്താദുമായിട്ട് തെളിവ് ഉണ്ടാകുന്നതാണ്. സാധാരണക്കാരുടെ വിശ്വാസം ഉസ്താദുമായിട്ട് തെളിവുണ്ടാവുന്നതാണ്. ആ ഊക്കില ഊലൊക്കെ കൂക്കണത്, പക്ഷെ അവസാനം ചിലപ്പോൾ ആ കൂക്ക് തിരിച്ചിങ്ങക്ക് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീർത്തു പറഞ്ഞത് ബിദ്അത്താണ്. 2, അതിന്റെ ഭാഗമായി ആലപിക്കുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കായവയുണ്ട്, കള്ളക്കഥയുണ്ട്, അടിസ്ഥാനമില്ലാത്തതുണ്ട്, കെട്ടുകഥയുണ്ട്. ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരുപാട് കഥകൾ ഈ മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇൻഷാ അല്ലാഹ് അലവി സഖാഫി വരുമ്പോ ഞങ്ങൾ എണ്ണി പറയും. കാരണം എന്താ അറിയോ, മൂപ്പര് വല്ലപ്പുഴയിലാണ് പ്രഖ്യാപിച്ചത് മൗലിദ് കിതാബ് എല്ലാം ശരിയൊന്നല്ല, എല്ലാം കൂടി ശരിയല്ല, തൽക്കാലം 5 എണ്ണം പറയാ, ബാക്കി പരിശോധിക്കണം എന്നാ. നിങ്ങൾക്ക് കേൾക്കാം, ഞാൻ കേൾപ്പിച്ചരാ, അത് കേൾക്കണം, അത് കേൾക്കണം. അത്ര ചോദിച്ചു പോയതാണല്ലോ, ഇരിക്കി. അപ്പോ ആ അലവി സഖാഫി വല്ലപ്പുഴ എന്ന പ്രദേശത്ത് വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചു മൗലിദ് കിതാബ് എല്ലാം ശരിയൊന്നുമല്ല. കാരണം എന്താ, 222, 313, 454 അങ്ങ് പല വകയുണ്ട്, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അലവി സഖാഫി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേട്ടോളൂ നിങ്ങൾ, അതിങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. എല്ലാവരും കേൾക്കി, എന്നിട്ട് കൂക്കണോ നിങ്ങൾ കൂക്കിക്കൊള്ളു അലവി സഖാഫിനെ. അലവി സഖാഫി പറയട്ടെ. വല്ലപ്പുഴയിൽ വെച്ച് നടന്ന വാദപ്രതിവാദ വ്യവസ്ഥയിൽ വെച്ച് അദ്ദേഹം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച അംഗീകരിച്ചതാണ്. സെബീനയിലുള്ളതാണ്. സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിടിയല്ലേ, അതൊക്കെ പാടെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയണം, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല, തീർത്തു പറയുന്നു. ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തിയുള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ അത് ഇവർ അച്ചടിച്ചു വിടുന്ന സബീലിയിൽ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും. ഞങ്ങൾക്ക് അംഗീകാരമല്ല. ഒന്ന് സെബീന തന്നെ നമുക്കറിയാലോ, ഇവിടുത്തെ സെബീനയിലുള്ളതല്ല വേറുള്ളടത്തുള്ളത്, കേരളത്തിലുള്ളതല്ല തമിഴ്നാട്ടിലുണ്ട്, അവിടെ ഉള്ളതല്ല കർണാടകത്തിലുണ്ടാകുക, അവിടെ ഉള്ളതല്ല അപ്പുറത്തുണ്ടാകുക. അതെല്ലാം കൂടി സെബീനുള്ളത് അത് ഏത് സെബീന? അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കണ്ടോ, ഇതൊന്നും സ്വീകാര്യമില്ല. നിങ്ങൾ ഇരിക്കും മുസ്തഫ, കേൾക്കി, സമയം തരാം, നിങ്ങൾ സമയം തരാം, നിങ്ങൾ ഇരുന്നോളി, നിങ്ങൾ തരാം. ഇതൊന്നും അംഗീകരിക്കൂല എന്നാണ്. കണ്ടോ, 222, 313, 444, 1111 ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇപ്പൊ ഓർക്ക് സ്വീകാര്യം ഏതാ? ആകെ 5 എണ്ണം, ആകെ 5 എണ്ണം. ബാക്കിയോ, ബാക്കി പരിശോധിക്കണം എന്നറിഞ്ഞത്. അതാ ഞങ്ങൾ പറഞ്ഞ അലവി സഖാഫി വല്ലപ്പുഴയിൽ പോയതാ, പിന്നെ ഇന്നേ വരെ മുജാഹിദുകളെ കൂടെ ഒന്നിച്ചിരിക്കാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ മുസ്തഫ മുസ്ലിയാർ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത്. ഞങ്ങൾക്ക് ഈ വക ചോദ്യം ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ആ പ്രഖ്യാപിച്ചു കേൾക്ക്, ബാക്കി പരിശോധിക്കണം, 5 എണ്ണമേ അംഗീകരിക്കൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതും കൂടെ നിങ്ങൾ കേൾക്കി, എന്നിട്ട് നിങ്ങൾക്ക് ചാൻസ് തരാം. അതേക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളെ അദ്ദേഹം ചോദിച്ച പേരൊക്കെ അറിയാം കേട്ടോ, ഷിഹാബുദ്ദീൻ ചോദിച്ചത് ഈ ഏട്ടിലുള്ളത് എന്റെ വല്യമ്മ ഓതിയതാണ്, ഇതിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തെറ്റാണോ പിഴവാണോ എന്ന് നേരത്തെ ചോദിച്ചതാ. ഇതിപ്പോ പുതിയ വിവരമായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിൽ തകരാറുകൾ ഇല്ലാത്ത സഹയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്.
ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകളുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ പുതിയൊരു വാദമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ള ഒരു 5 ഇവിടെ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ല എന്ന് ഞങ്ങൾ പറയും. ഞങ്ങളുടെ കാലത്ത് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. ഇന്ന് കണ്ടോ, 5 ഇപ്പൊ ഉറപ്പുള്ളൂ. ഇപ്പൊ ഉറപ്പ് 5. ബാക്കി പരിശോധിച്ചിട്ട് ഞങ്ങൾ പറയുന്ന, ഇത് പറഞ്ഞു പോയിട്ട് ഏകദേശം 4-5 കൊല്ലമായി. 4-5 കൊല്ലമായി ബാക്കി പരിശോധിക്കാൻ പോയിട്ട്. ഇന്ന് വരെ 6ാമത്തെ ഒന്ന് അലവി സഖാഫി പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ കിട്ടണം. അത് ഞങ്ങൾ പറഞ്ഞ അലവി സഖാഫി തന്നെ കിട്ടണമെന്ന് പറയാൻ കാരണം, ഞങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾ പരിശോധന റിപ്പോർട്ട് എവിടെ, അതിന്റെ റിസൾട്ട് എവിടെ? എന്തൊരു സാധനം ലാബിൽ കൊടുത്താലും ടെസ്റ്റ് റിസൾട്ട് വേണ്ടേ? ഇത് റിസൾട്ട് എവിടെ? 5 ഒഴിച്ച് ബാക്കി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് 5 കൊല്ലമായി. എന്നിട്ട് എവിടെ പരിശോധിച്ച 6ാമത്തെ ഒന്ന്? അതുകൊണ്ട് തന്നെ ഈ വക രീതികൾ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഈ ഏടുകൾ അത് ഇസ്ലാമികമല്ല എന്ന് മുജാഹിദീകളെ മുന്നിൽ വന്നപ്പോ അലവി സഖാഫിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഈ നമ്മൾ ഉസ്താദ് ചോദിച്ചോട്ടെ. കൊടുക്കും. ഈ അലവി സഖാഫി ജീവനോടെ വന്നിരുന്നല്ലോ ഇവിടെ റബീഉൽ അവ്വലിനെ. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ആരെയും ക്ഷണിച്ചിരുന്നില്ലേ? വളരെ വ്യക്തമായി നിങ്ങൾ ചെയ്തതുപോലെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഞങ്ങളും പെരുമ്പറയടിച്ച് പരസ്യം നടത്തിയിരുന്നു. ഞങ്ങളും അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഈ അനൗൺസ്മെന്റ് നടത്തിയിട്ടും, നിങ്ങൾക്ക് വേണ്ടി കസേര നിരത്തിയിട്ടും മുമ്പിൽ നടത്തിയിട്ടും, നിങ്ങളെ ആളുകളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ പരിസരങ്ങളിൽ അത് ശ്രവിച്ചു എന്നല്ലാതെ, അത് കേട്ടു എന്നല്ലാതെ ആരും സദസ്സിലേക്ക് വന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നു അലവി സഖാഫിനെ തിരിയിട്ടിട്ട് കാണില്ല. ഈ അലവി സഖാഫി ജീവനോടെ വെട്ടത്തൂരിൽ വന്നിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും വരും. ഇനി എനിക്ക് നിങ്ങളോട് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ഒറ്റ ചോദ്യം. ഇവിടെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചിരുന്നു, ആർക്കും ദേശ ഭാഷ ആർക്കും ചോദിക്കാൻ പറ്റും, ഏത് പ്രദേശത്തുള്ള ആളുകൾക്കും ചോദ്യം ചോദിക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് സലാഹി. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അബ്ദുൽ മജീദ് പത്തപിരിയത്തിന് സാഹബിന് അവസരം നിഷേധിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ അതേ മറുപടി കൊണ്ട്. അപ്പൊ ഏതായാലും അലവി സഖാഫി വന്നപ്പോ ഞങ്ങൾ ചോദിച്ചില്ല. അതാണ് പ്രശ്നം. അലവി സഖാഫി നമുക്ക് ചോദിക്കാം. കാരണം അലവി സഖാഫി ഈ പറഞ്ഞ സത്യമാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. അലവി സഖാഫി പ്രഖ്യാപിച്ച സത്യമാണ്. കാരണം എന്താ, ഇതൊന്നും വിശ്വസിക്കേണ്ട കൂട്ടരേ, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന കൂട്ടരേ എന്ന് പറഞ്ഞു. ഇനിയെന്താ സംശയം? ഇനിയെന്താ സംശയം? മൂപ്പര് പരിശോധിക്കാൻ പോയി, 5 കൊല്ലം കഴിഞ്ഞു. ഇനി പരിശോധിച്ചിട്ട് 6ാമത്തെ കിട്ടിയിട്ടുണ്ടോ? മൂപ്പരല്ലേ പറയേണ്ടത്. അതിന് മൂപ്പര് മുഖാമുഖം നടത്തി വരുന്നില്ലല്ലോ. സിറാജ് പത്രല്ലേ തരാം, നിങ്ങൾ വന്നേക്ക് തരാൻ പറ്റുമോ? കേക്ക് സിറാജ് പത്രം ഉണ്ടല്ലോ, ആ സിറാജ് പത്രത്തിന് ആള് പരസ്യം കൊടുത്തോട്ടെ. ഇത്ര മൗലിദ് തപ്പ ഞങ്ങൾ അംഗീകരിക്കും, 333 വക ഞങ്ങൾ അംഗീകരിക്കും, അതിൽ 444 അംഗീകരിക്കും. ഒരു വാക്ക് പോലെ ഞങ്ങളാരും വന്നില്ല, നിങ്ങൾക്ക് പ്രഖ്യാപിച്ചൂടെ? അലവി സഖാഫിക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ പണ്ട് പരിശോധിക്കാൻ വേണ്ടി പോയതാണ്, തിരക്കൊണ്ട് കുറച്ച് വൈകി, ഏതായാലും പരിശോധിച്ചതാ, റിസൾട്ട് ഇതാ എന്ന് തൽക്കാലം പത്തനം പ്രഖ്യാപിക്കും, എന്നാ സമാധാനമായല്ലോ, ബാക്കി പിന്നെ മതി. ഞങ്ങൾ പറയുന്നു ആ പരിശോധന നീണ്ടുപോകുമെന്നല്ലാതെ 333 മൗലിക കിതാബ് പൊക്കിപ്പിടിച്ചിട്ട് ഈ കിതാബ് മുഴുവൻ ശരിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാൻ ഒരൊറ്റ സഖാഫിക്കും കഴിയൂല. ഒരു സംശയം ഞങ്ങൾക്കില്ല. 333 മൗലിക കിതാബോ അല്ലാത്ത മൗലിക കിതാബോ അത് പൊക്കിപ്പിടിച്ച് ഈ കിതാബ് മുഴുവൻ ശരിയാണ്, ഇതിലുള്ള ഏതും നിങ്ങൾ ഉന്നയിച്ചോളൂ, ഞങ്ങൾ ഖുർആന് വെച്ച് ഹദീസ് വെച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ച് ഞങ്ങൾ സ്ഥാപിച്ചു തരാം, തെളിയിച്ചു തരാം എന്ന് പറയാൻ ഇല്ല മുസ്ലിയാക്കന്മാരെ കഴിയൂല. എന്തിനാ നമ്മൾ ഈ സാധാരണക്കാരെ പറ്റിക്കണത്? സാധാരണക്കാരുടെ വിചാരം തരയോ ഇതൊക്കെ ശരിയാന്നാ. അതുകൊണ്ടാണല്ലോ ഇവിടെ മുസ്ലിയാക്കന്മാര് ചോദിക്കാൻ എപ്പോഴും മടി. ഇപ്പോഴും ചോദിക്കും മജീദാണ് പ്രശ്നം, മൂലാമാക്ക് ചോദിക്കാൻ ധൈര്യം എപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എത്ര മുസ്ലിയാക്കന്മാർ നാട്ടിലുണ്ട്. പ്രസംഗിക്കാൻ പോകുന്നില്ല, അലവി സഖാഫിന്റെ ഇപ്പം മുഖാമുഖത്തിലെ പോണ മനുഷ്യന്മാര് ഈ പരിസര നാട്ടിലൊക്കെ ഇല്ലേ? ഓലൊക്കെ എവിടെ? ഓലൊക്കെ വന്ന് ചോദിക്കട്ടെ. ഇവിടുത്തെ സഖാഫിമാരും ഫൈസിമാരും ദാരിമിമാരും ബാക്കവിമാരും അവര് വരട്ടെ, ഇവിടുത്തെ കാലിം ഖത്തീബും വരട്ടെ, ഇവിടുത്തെ മുദരിസ് വരട്ടെ, ഇവിടുത്തെ സ്വദർ വരട്ടെ. ഓലൊന്നുമില്ല. ഇത് പറഞ്ഞ് ഒരു ചങ്ങാതി ഇറക്കുമതി ചെയ്യാം. നേരത്തെ മറ്റേ ചങ്ങാതി പറഞ്ഞൊരു പേരുണ്ട്, ഞാൻ പേര് ഞാൻ പറഞ്ഞില്ല. അതിനേക്കാൾ അപ്പുറത്തുള്ള ചങ്ങാതി അതെങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഈ നാട്ടിലുള്ള മൂലമാര് വരട്ടെ എന്നുള്ളത് ഓല് വന്ന് ചോദിക്കട്ടെ, ഓല് പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബിമാര് പഠിപ്പിച്ചിട്ടുണ്ട്, താബിഈങ്ങൾ അത് ആഘോഷിച്ചിട്ടുണ്ട്, ഷാഫി ഇമാം അത് പറഞ്ഞിട്ടുണ്ട്, അബൂ ഹനീഫ ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട്. അത് പറയട്ടെ, അതല്ലേ വേണ്ടത്. അതൊന്നുമില്ല. എന്താ നിങ്ങൾ ഓനെടുക്കാത്ത്, എന്താ നിങ്ങൾ ബനെടുക്കാത്ത്? ആ നേരം കൊടുത്താണ് പറഞ്ഞാൽ പോലെ ഇന്ന കിതാബിലുണ്ട്, ഇന്നോടത്തുണ്ട് എന്നാണ് പറഞ്ഞാൽ എത്ര എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ
പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അലവി സഖാഫി വരും, അയാളെ നിങ്ങൾ വരുത്തണം, നിങ്ങൾ കൊണ്ടുവരണം. ഈ നാട്ടുകാർ മുഴുവൻ പങ്കെടുക്കുന്ന സദസ്സിൽ വെച്ച് ഇൻഷാ ഞങ്ങൾ ഒന്നിച്ചൊരു വേദിയിലിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാം. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നമുക്ക് എല്ലാവർക്കും കേൾക്കാം. അതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ശരി. അലവി സഖാഫി മറുപടി പറയാനുള്ള തയ്യാറോട് കൂടെ കിതാബും കെട്ടുമായിട്ടാ വന്നിരുന്നത്. മണിക്കൂർ കണക്കിന് നിങ്ങൾ അവിടെ കാത്തിരുന്നിട്ട് ഒരു കുട്ടി, ഈ നാട്ടുകാരനോ മറുനാട്ടുകാരനുമായ ഏതെങ്കിലും ഒരു കുട്ടി അവിടെ ഒരു ചോദ്യം ചോദിക്കാൻ കണ്ടില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. മണിക്കൂർ കണക്കിന് സമയം കളത്തൂരിൽ നിന്നും എത്രയോ വണ്ടി ഓടിയിട്ട് ഇവിടെ കാത്തു നിന്നിട്ട് കിതാബും കെട്ടുമായി വന്ന് നിങ്ങൾക്ക് മറുപടി പറയാനാ വന്നത്, തെളിവ് തരാനാ വന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ കണ്ടില്ല? മൈക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വെച്ചു എന്ന് ചോദിച്ചാൽ, ഞങ്ങളിവിടെ പരിപാടി വെച്ചാൽ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കൂക്കാൻ കുറച്ച് ആളുകൾ നിൽക്കലുണ്ട്. അവർക്ക് തീർക്കാനാണ് ഞങ്ങളിവിടെ പരിപാടി വെച്ചത്. ഞങ്ങൾക്ക് സംശയമല്ല, ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചോദിച്ചല്ലോ, എന്തേ മദ്രസ പഠിച്ചിട്ട് മാറിയത്? മദ്രസ പഠിക്കണത് പോലുള്ള മുഴുവൻ കിതാബിലുള്ളത് അതല്ല. നമ്മുടെ വെട്ടത്തൂർ പള്ളിയിൽ ഉണ്ടാകും അല്ലുമ്മ കിതാബ് ദഫൻ എടുക്കുക. അവിടെ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അഭിപ്രായം എന്താ? ഇവിടെ കാപ്പിൽ കെട്ടി ഉയർത്തിയതുപോലെ കെട്ടി ഉയർത്താന്ന. ഭൂമിക്ക് മുകളിൽ ഒരു ചാണുയർത്തുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി റഹിമഹുള്ള. മനസ്സിലായില്ലേ? അത് ഇമാം ഷാഫിന്റെ പഴയ കൗലായിരിക്കും എന്ന് വിചാരിച്ച് തെരയണോ കാണുന്ന എന്താ? അതുകൊണ്ടാ മാറിയത്. കേട്ടോളി, ഓരോന്നും എണ്ണി പറഞ്ഞുതരാം. നിങ്ങൾക്ക് കേൾക്കാൻ സഹിഷ്ണുത വേണം. RSSകാരന് മാത്രം പറഞ്ഞതല്ല അസഹിഷ്ണുത. ഇവിടെ ഈ 1000-ഓളം ആളുകൾ നിൽക്കുന്ന സദസ്സിൽ ആകെ കൂക്കണത് 10 ആളാ. നിങ്ങളെ എത്ര കൂക്കിയാലും ഈ മൈക്കന്റെ അപ്പുറത്ത് എത്തൂല. എന്താ ഇമാം ഷാഫിയുടെ പിന്നെ ശിഷ്യൻ എന്നറിയപ്പെടുന്ന 2-ാം ഷാഫി പഠിപ്പിച്ചത്? 2-ാം ഷാഫി, നിങ്ങളവിടെ ഇരുന്നോളി. 2-ാം ഷാഫി പഠിപ്പിച്ച എന്താ? അദ്ദേഹം പറഞ്ഞത് വഹാദ മദ്ഹബു ഷാഫി, ഒരു ചാണുയർത്തലാണ് ഷാഫിഈ മദ്ഹബ് എന്ന. ഒരു ചാണുയർത്തലാണ്. ഇത് എനിക്ക് വിശദീകരിക്കാനും കൂടി വെച്ചാണ്. നിങ്ങൾക്ക് എത്ര ചോദ്യത്തിന്റെ അവസരം തന്നു? ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. നിങ്ങൾ നിൽക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. അവിടെ ഇരിക്കും. അതിന്റെ ഇടയിൽ ആ കളക്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യണം. എല്ലാവരും സാമ്പത്തികമായിട്ട് ആ സംവിധാനമായിട്ട് ഒന്ന് സഹകരിക്കണം. അവിടെ ഇരുന്നോളി. നിങ്ങൾ ഇരുന്നോളി. കുറെ സെക്കൻഡ് നിങ്ങൾക്ക് തന്നല്ലോ. നിങ്ങൾ ചോദിച്ച സെക്കൻഡൊക്കെ തന്നു. ഇനി എന്തേ ഞാൻ മാറിയതെന്നാ? ഞാൻ സംവാദമല്ലേ നടക്കാൻ പോണേ. നിങ്ങൾ എന്തിനാ ബേജാറാണ്? നാട്ടുകാർക്ക് ചോദിക്കാൻ സംവാദം നടക്കാൻ പോണ്ട്. ഇല്ല, ഇനി സംവാദം മുടക്കാൻ സമ്മതിക്കൂല. സംവാദം നടന്നേ പറ്റുള്ളൂ. നാസർക്ക് അതിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. അതേ അടക്കമുള്ള ആളുകൾ ഇടപെടട്ടെ. ഇത് എന്നെ വിശദീകരിക്കാൻ നിങ്ങൾ അനുവദിക്കണം. എന്നെ വിശദീകരിക്കാൻ ഞങ്ങൾ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിൽ ഞാനുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യം എനിക്ക് വിശദീകരിക്കണം. എന്തുകൊണ്ടാ മാറിയെന്നല്ല നിങ്ങൾ ചോദിച്ചേ. കെട്ടുകണക്കിന് മസലകളിൽ ഇസ്ലാമിനെതിര് കണ്ടു. ഖബർ കെട്ടിപ്പോക്കണ കാര്യം പറഞ്ഞ് അടുത്ത കേട്ടോ. എന്താ ഇബ്നു ഹജർ അൽ ഹൈതമി പറയാണ്, വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലത്തി അലൽ ഖബർ ഇദ്ഹി അളറു മിൻ മസ്ജിദിൽ ളറാർ. ഇത് കണ്ടിട്ട് ഞാൻ വീണ്ടും ഖബറിന്റെ മുന്നിൽ പോയി മുട്ടുമടക്കി കുനിഞ്ഞിരിക്കുന്നവരുടെ കൂടെ നിൽക്കണോ? വൈലത്തൂർ തങ്ങളെ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന രംഗവിടെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ആ പണിക്കാൻ പോണോ? വതജിബുൽ മുബാദറത്തു ബിഹദ്മിഹാ, ഖബറിന്റെ മുകളിൽ കെട്ടി ഉയർത്തിയത് കുബ്ബകളൊക്കെ അടിച്ചു നിരത്തണം. കാരണം ഇദ്ഹി അളറു മിൻ മസ്ജിദിൽ ളറാർ, അത് മസ്ജിദുൽ ളറാറിനേക്കാളും അപകടകാരിയാണ്. ഏത്? ആ കുബ്ബ. നിങ്ങൾ ഷാഫിഈ മദ്ഹബിലെ ഉന്നതരായ ഇമ്മത്തിനെ, ഇമാം ഷാഫി അടക്കമുള്ളവരെ നിങ്ങൾക്ക് അനുകൂലമായി ഉദ്ധരിക്ക്. താജുദ്ദീൻ തിരിച്ചു വരും. ഞാൻ നിങ്ങളുടെ മുന്നിൽ ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാണ്. നിങ്ങൾ തെളിവെടുത്ത് ഇവിടെ മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമെന്ന് ഇതുപോലത്തെ ആളുകൾ വെല്ലുവിളിച്ചതുകൊണ്ടാ മുഖാമുഖത്തിന് പകരം മുഖാമുഖം കൊണ്ടുവന്നത്. ചോദിക്കാന് നിങ്ങളെ പണ്ഡിതന്മാർ തന്നെ വരണമെന്നും പറഞ്ഞത്. ഇനി ഗണ്ണനത്തിന് പകരം ഗണ്ണനം വേണം. ഞങ്ങളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ക്ലിപ്പുകളിട്ട്. പിന്നെ അലവി സഖാഫിന്റെ അടുത്തേക്ക് എന്താ ചോദിക്കാൻ പോകാത്തതെന്നാണ്. അത് മാത്രം ഞാനിവിടെ 20ഓളം മിനിറ്റ് വിശദീകരിച്ചിരുന്നു. CD ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വീണ്ടും ആ ക്ലിപ്പ് ഇവിടെ ഇടുന്നില്ല. അലവി സഖാഫിന്റെ അടുത്തേക്ക് ചോദിക്കാൻ പോണ ആളെ അലവി സഖാഫ് എങ്ങനെ കൈകാര്യം ചെയ്യല്? വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേണോ? കാണിച്ചു തരും. നിങ്ങൾ ആന്ന് പറഞ്ഞ ഇപ്പൊ കാണിച്ചു തരും. നിങ്ങൾ ആന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണിച്ചു തരും. വേണോ? നിങ്ങൾ എന്താ നിങ്ങൾ പറയാത്തേ? അലവി സഖാഫി എന്താ ചെയ്യണത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ സമ്മതിക്കാത്തേ? നിങ്ങൾ എന്താ അനുവദിക്കാത്തേ? പറയൂ ഉസ്താദെ, എന്താ നിങ്ങൾ അനുവദിക്കാത്തേ? എന്താണ്? പറയൂ. അലവി സഖാഫിയുടെ ക്ലിപ്പ് എന്താ കാണിക്കാൻ നിങ്ങൾ അനുവാദം തരാത്തേ? എന്താണ് അനുവാദം തരാത്തത്? പറയൂ. ഇതിന്റെ ഉത്തരം പറയൂ. ഇതാ അതൊന്ന് കാണിച്ചു കൊടുക്ക്. മൂപ്പർക്ക് കാണാൻ പറ്റാത്തല്ലേ? ഇട്ടുകൊടുക്ക്. പള്ളിയിൽ പെണ്ണുങ്ങൾ പോണതുമായിട്ട് ബന്ധപ്പെട്ട മസല ചോദിക്കണേ ഒരു സാധാരണക്കാരൻ 10 കിതാബ് ഉയർത്തിയിട്ടേ
ആ 10 കിതാബ് ഉയർത്തി ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അയാൾ പറയണ നിങ്ങൾ കേട്ടോളി. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ഇന്ന് കേരളത്തിലെ സുന്നികൾക്കിടയിലും മറ്റ് ഇതര സംഘടനകൾക്കിടയിലും നിലനിൽക്കുന്ന ഒരു പ്രധാന വിഷയമാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശനം എന്ന വിഷയം. ഈ വിഷയത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഹറാമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ എന്റെ കയ്യിലുള്ളത് ഇത് 10 കിതാബാണ്. ഇത് നമ്മുടെ പള്ളി ദർസുകളിൽ ഇവിടെയുള്ള മുത്താലികൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ഈ 10 കിതാബിൽ ഇഅ്തികാഫ് എന്ന് പറയുന്ന ഒരു ബാബുണ്ട്. ഈ ബാബിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വായിക്കുന്നില്ല. അമുസ്ലിം, ഭ്രാന്തൻ, ബോധം കെട്ടവൻ, ആർത്തവകാരി, പ്രസവകാരികൾ, വലിയ അശുദ്ധിയുള്ളവർ, ലഹരി ബാധിതർ, ഇവർക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ആർത്തവകാരികൾ ആർത്തവം ഒഴിവാകുന്ന സമയത്ത് അവർക്ക് ഇഅ്തികാഫ് ഇരിക്കാം എന്നാണ്. അതുകൊണ്ട് ഈ ഇഅ്തികാഫ് ഏത് പള്ളിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെ കുറിച്ച് ഒരു വിശദീകരണം തന്നാൽ. ആ പള്ളി നിങ്ങൾ കേട്ടോളി. ആ പള്ളി വട്ടത്തൂർ പരിസരത്ത് എവിടെ ഉള്ളത് നിങ്ങളൊന്ന് നിങ്ങൾക്ക് മൈക്ക് കിട്ടുമല്ലോ. ഞങ്ങളോട് ഒരു മിനിറ്റ് കാണിക്കട്ടെ. നിങ്ങൾക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കിട്ടുമല്ലോ. വിശദീകരിക്കും ജനങ്ങളോട് അല്ലെ. വന്നിട്ട് 4 കളി കളിച്ചാല് മൊത്തം ജനം ഇതൊക്കെ കൃത്യമായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അയാൾ പറയണ പള്ളി ഇതാ ഇപ്പോ എന്റെ ചില സുഹൃത്തുക്കൾ അവര് കുറച്ച് അസഹിഷ്ണുക്കളായി കൂക്കിയല്ലോ. അസഹിഷ്ണുത RSSകാരന് മാത്രം പറഞ്ഞല്ല എന്ന് അദ്ദേഹം പറഞ്ഞേ. അവരാ പള്ളി ഈ നാട്ടിൽ എവിടെയുള്ളതെന്ന് പറഞ്ഞു തരും. ഇതാ കാണിച്ചു കൊടുക്കി. അന്യ പുരുഷന്മാര് പങ്കെടുക്കാത്ത സ്വന്തം വീട്ടിലോ സ്വന്തം ബെഡ്റൂം ഒരു വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ഒരു റൂം പള്ളിയാക്കി വഖഫ് ചെയ്തോ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ അവരുടെ കുടുംബങ്ങൾ മാത്രം പങ്കെടുക്കുന്ന അവരുടെ ആ വീട് നിൽക്കുന്ന തൊടുവിലുള്ള ഒരു പള്ളിയിലോ ഇങ്ങനെയൊക്കെയുള്ള പള്ളിയിൽ അവൾക്ക് ഇഅ്തികാഫ് ഇരിക്കുന്നതിനെ കുറിച്ചാണ് ആ പരാമർശം. കേട്ടല്ലോ. ആ പള്ളി എവിടെ? ഇതൊക്കെയാണ് ഉത്തരം. ഇനി കേട്ടോ അടുത്ത്. ഇത്രയും നേരം 10 കിതാബിനൊരു കുഴപ്പം മൂപ്പര് കണ്ടില്ല. പക്ഷേ 2 പേജാണ് മറിച്ചിട്ട് വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അയാൾ ചോദിച്ചു, ഉസ്താദേ 10 കിതാബിലുണ്ടല്ലോ വീട്ടിലെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റൂല. ഉടനെ വായിക്കുന്ന മൂപ്പര് പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് മലയാളത്തിലെ 10 കിതാബിന് കുഴപ്പമില്ല. പക്ഷേ തൊട്ടപ്പുറത്തിരുന്ന് ഏതോ ഒരു സഖാഫി എഴുത്തു കൊടുത്തു, മോനെ കുടുങ്ങാൻ പോവാണ്, വേഗം ക്ലോസ് ചെയ്താളാ. അത് നിങ്ങൾ കണ്ടോളി. ഇതിലെന്നെ പറയുന്നുണ്ട് വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവില്ല, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ തന്നെ ഇരിക്കണം. വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവുകയില്ല എന്ന് വായിക്കുക. ഇതിലെന്നെ പറയുന്നുണ്ട് വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവില്ല, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ തന്നെ ഇരിക്കണം. വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവുകയില്ല എന്ന് വായിക്കുക. വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവൂല എന്നുള്ളത് വായിക്കാനും പറഞ്ഞു. അപ്പോൾ അറബി 10 കിതാബിന് കുഴപ്പമൊന്നുമില്ല. ഇനി കേട്ടോ നിങ്ങള്. അപ്പൊ ഇവർക്ക് അറബി 10 കിതാബ് തന്നെ വേണം സാധാരണക്കാരനെ. മാത്രമേ ഇഅ്തികാഫ് സാധുവായുള്ളൂ. അത് 10 കിതാബല്ലോ. 10 കിതാബ് അറബിയിലാണല്ലോ. പരിഭാഷ നിങ്ങൾ ആരും എഴുതിയത്? ഉസ്താദിന് 10 കിതാബല്ല എന്ന് പറയണം. 10 നിങ്ങൾ വായിക്കുന്നത് 10 കിതാബല്ലാതെ ഞാൻ ഉറപ്പിച്ചു പറയും, യാതൊരു സംശയമില്ല. 10 കിതാബ് എന്നത് അറബിയിലാണ്. അറബിയിലുള്ള 10 കിതാബ് ഒന്ന് വായിക്കും, ഞാൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നത് ശരിയാണ്, എന്താ നിങ്ങൾ പറയാൻ പറ്റില്ല. അറബിയിലുള്ള 10 കിതാബ് നിങ്ങൾ വായിക്കും. മലയാളത്തിൽ ആര് പരിഭാഷപ്പെടുത്തി അയാളൊക്കെ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയേണ്ടതില്ല. അറബിയിലുള്ള 10 കിതാബ് അത് പരിഭാഷയാണെങ്കിൽ അറബി ഉണ്ടാവില്ല. അറബിയിൽ വായിക്കുക, എനിക്ക് നോക്കാം. അതിപ്പോ ഏതുപോലെ അറിയില്ല. ഒരു കാരണം പറയാം, ഖുർആനിന് മുജാഹിദുകൾ വ്യാഖ്യാനം ജമാഅത്തുകാർ എഴുതി, അവർക്ക് അവർ തോന്നിയമാരുണ്ട്. എന്നിട്ട് അതിന് വായിച്ചത് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതായത് ഞാൻ പറയുന്നത് ആ പദം, നിങ്ങൾ പറയുന്ന പദത്തിന്റെ അറബി അതിലുണ്ടാവുമല്ലോ, അതിൽ വായിച്ചാൽ. ഉസ്താദേ, ഇവിടെ ഇരിക്കുന്ന മുത്താലിമീങ്ങളൊക്കെ സാക്ഷിയാണ്. ഈ 10 കിതാബ് പള്ളി ദർസുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പറയണമായി ഞാൻ കേൾക്കാം. മലയാളം 10 കിതാബ് പള്ളിയിൽ ഇല്ല എന്ന് ഞാൻ 1000 വിജയശക്തിയോടെ പറയുന്നു. 1000 വിജയശക്തിയോടെ ഞാൻ പറയുന്നു. ഈ മലയാള 10 കിതാബ് പള്ളി ദർസിൽ ഒറ്റൊന്നിലുമില്ല. പള്ളി ദർസിലുള്ള 10 കിതാബ് അറബിയിലാണ്. അത്
അതുണ്ടെങ്കിൽ വായിക്കുക, അപ്പൊ കാണാം. ഇതാണോ സാധാരണക്കാരനാക്കി കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അറബി 10 കിതാബ് എടുത്ത് വായിക്കല്ലേ ഉപരി ചെയ്യണ്ടേ? ഈ നിങ്ങളുടെ ഈ ആളുകളിട്ടിട്ട് കറക്കുന്ന ഈ കളിക്ക് ഞങ്ങൾ വന്നിരണെന്നാ? എന്നിട്ട് തെക്കുബീർ, ഞങ്ങൾ ഇവിടുന്ന് ആരാ തെക്കുബീരല്ലേ, ആരാ ബഹളം ഉണ്ടാക്കിയേ? ഈ പണിക്ക് നിന്നിരണെന്നാ? അതിന് പറ്റൂല. ഞങ്ങൾക്ക് സംശയമല്ല, ഈ ഇന്നേ വരെ ഏതെങ്കിലും ഒരു വേദി ഞങ്ങൾ വന്ന് കയ്യേറുകയോ സംശയം ചോദിക്കാനുണ്ട് അറിഞ്ഞ് ബഹളം വെക്കുകയോ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളുടെ മുഖാമുഖങ്ങൾക്ക് വരേണ്ടതില്ല, വരികയുമില്ല, ഞങ്ങൾക്ക് വേണ്ടി അനൗൺസും ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്കിതാ ചോദിക്കാൻ അവസരം തന്നിട്ട് അവസാനം പത്തപ്പെരിയത്തുള്ള മജീദ് എന്ന് പറയുന്ന ഏതോ ഒരു ചങ്ങാതിനെയാണ് എന്താ അയാളെ പങ്കെടുപ്പിക്കാത്തെന്ന് ഇത്രയും നേരം ചോദിച്ചേ. എന്റെ കാരണം ഞങ്ങൾക്ക് കാണിച്ചുതരാം. അതിന്റെ കാരണം കാണിച്ചുതരാം. അയാളുടെ പരിപാടി എന്താ അറിയോ? അയാളുടെ പരിപാടി അയാളും തക്ബീറുമില്ല. ഇപ്പൊ ഇവിടെ വന്ന ആളുകൾ, ഇപ്പൊ മുസ്തഫയ്ക്കാണെങ്കിലൊക്കെ കുറച്ചൊരു ആദ്യഘട്ടത്തിൽ ഒരു സദസ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചു. വളരെ സന്തോഷമുണ്ട്, നിങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നാൽ മജീദ് എന്ന് പറയുന്ന ആളെ ഇവിടെ വന്ന മുസ്തഫ മൂലിയാരെ പോലല്ല, അയാൾ കലക്കണ ആളാ. പരിപാടി കലക്കിട്ടെ ഈ പറഞ്ഞ സംവിധാനമൊക്കെ സാധാ മുജാഹിദീങ്ങളുടെ അടുത്തുനിന്ന് പിരിവിട്ടിട്ടാ നടത്തണേ, അല്ലാതെ ഒരു ജാറത്തിന്റെ വരുമാനം ഞങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് കലക്കാൻ പറ്റൂല. അത് കലക്കണ പരിപാടിയാ മജീദിന്. ഓരോ പരിപാടിയിലും ചെന്നിട്ട് മൂപ്പറിനെ തക്ബീറല്ലും കൂടലോലും ചെല്ലിക്കും. മുജാഹിദീങ്ങൾ എന്താന്ന് വെച്ചാൽ തിരിച്ച് തല്ലാൻ കൈയില്ലാഞ്ഞിട്ടോ മസിലില്ലാഞ്ഞിട്ടൊന്നും അല്ല. മുമ്പ് ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ എന്തേ ഇസ്ലാമില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെന്നിട്ട് ഒരു വേദിയും കയ്യേറിയിട്ടില്ല. കാഫിരീങ്ങൾ ഒരു സദസ്സിന്റെ അടുത്തും പോയി കൂക്കിയിട്ടില്ല. ഈ കൂക്കണ കുട്ടികളൊക്കെ ഒന്ന് ആലോചിക്കുക. പ്രവാചകൻ ആരെയും കല്ലെറിഞ്ഞിട്ടില്ല. കല്ലെറിഞ്ഞ് തലയിലെ ഒരു ഞരമ്പ് പൊട്ടി ഒരാൾ മരിച്ചാല് കൊന്നീന്റെ ഹുക്കുമാണോ അതല്ല നിങ്ങൾ ജിഹാദ് നടത്തിന്റെ ഹുക്കുമാണോ എന്ന് ഉസ്താദ്മാരോടൊന്ന് ചോദിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മജീദ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഒളിഞ്ഞിരിക്കണ്ടല്ലോ, ഇതാ ഒന്ന് കാണിച്ചു കൊടുക്കും അയാളെ ഏർപ്പാട്. അവസരം നിഷേധിച്ചോ? നിങ്ങൾ പറയൂ ആഫിൽ ബാബി ശിർക്ക് പ്രചരിപ്പിക്കൂല, ഇസ്തിഗാസ ശിർക്കല്ല, ഞങ്ങൾക്ക് തെളിവുണ്ട്, കിതാബിന്റെ കയ്യിലുണ്ട്, കൈമാറാൻ തയ്യാറാണ്. ഇന്റെ അവസരം നിഷേധിച്ചു, പിടിച്ചോളൂ. ഈ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. അത്രല്ലേ ഉള്ളൂ. ഇസ്തഗസ്തു ബി ഖബറി നബിയല്ലേ ഉള്ളൂ. അത് തെളിയിക്കാൻ വേണ്ടി കിതാബും താങ്ങി വരേണ്ട ഒരു ആവശ്യമില്ല. കിതാബും താങ്ങി വരേണ്ട യാതൊരു ആവശ്യവും അതിലില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇസ്തഗസ്തു ബി ഖബറി നബി എന്നല്ലാതെ ഇലാ യൗമിൽ ഖിയാമ മുഹമ്മദുൽ മുൻകദിർ എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂലിനോട് നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്നൊരു വാക്ക് ഇല്ല. ഇലാ യൗമിൽ ഖിയാമ മജീദിന് എന്നല്ല. അങ്ങനത്തെ 100 മജീദുമാര് വന്നാലും വായിക്കാൻ സാധ്യമല്ല എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയാ കിതാബ് കയ്യുണ്ടാ, അല്ലാഹു അക്ബർ ചൊല്ലി അല്ലാഹു അക്ബർ. അതെ, അല്ലാഹു അക്ബർ ചൊല്ലിക്കൂടി. റബ്ബ് വലിയവൻ തന്നെയാണ്, റഹ്മാനായ നാഥൻ തെളിയിച്ചു മജീദിനെ കൊണ്ട് വായിക്കാൻ കഴിയില്ല എന്ന്. അതെ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ തൗഹീദിലാ ഇവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നു. നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്ന് വായിക്കാൻ പറഞ്ഞിട്ട് 5 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം കൊടുത്തിട്ട് ആ 5 മിനിറ്റില് കയ്യിൽ കിതാബുണ്ടെന്ന് പറഞ്ഞു എന്നല്ലാതെ, ഞാൻ കിതാബുണ്ടാങ്ങി വന്നു എന്ന് പറഞ്ഞല്ലാതെ അത് വായിക്കാൻ കഴിഞ്ഞില്ല. സദസ്സ് അടങ്ങണം. ഇവിടെ പരിപാടി തുടരും. ആരെങ്കിലും ഒരു ബഹളം വെച്ചതുകൊണ്ട് ഈ പരിപാടി മുടങ്ങാൻ പോകുന്നില്ല. സദസ്സിലിരിക്കുന്ന ആളുകൾ അടങ്ങിയിരിക്കണം. മജീദ് പിന്നിൽ പോയിരിക്കട്ടെ. ബാക്കിയുള്ള ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കണം. പരിപാടി കേൾക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഇവിടെ ഇരിക്കുക, അല്ലാത്തവർക്ക് പിരിഞ്ഞു പോകാം. പരിപാടി കേൾക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ മാത്രം ഈ സദസ്സിലിരിക്കണം, അല്ലാത്തവർക്ക് പോകാം. ഇനി നിങ്ങൾ കാണേണ്ട എന്താ അറിയോ? ഈ മജീദ് അയാളും കൂടെ വരുന്ന ആളുകളൊക്കെ വെറും സാധാരണക്കാരൻ. അയാളാ എഴുതി ഹർക്കത്തിട്ടല്ല അതൊന്നും വായിക്കാൻ കഴിയില്ല. എന്നിട്ടാണ് ബഹളുണ്ടാക്കി കച്ചറുണ്ടാക്കി അവസാനം പോലീസ് വരെ ഇടപെടേണ്ടുന്ന സാഹചര്യം മജീദിനെ പോലെ മജീദ് അടക്കമുള്ള ആളുകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? അവസാനം പോലീസ് വരുമ്പോ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആവേശം ആൾക്കാർക്ക് കാണില്ല. ഞങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, വേറൊരു പടു എന്ന് പറയുന്ന ആളെ ആക്ഷേപിക്കാനല്ല, എനിക്ക് മനസ്സിലാക്കാനാ. ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതിയത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വായിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളെ വിട്ടിട്ട് ഇൽമുള്ളവരെ കൊണ്ടിരുന്ന ഞങ്ങൾ പറഞ്ഞ് മജീദിന് എന്താ അവസരം കൊടുക്കാത്തതെന്ന് 10 വട്ടം ചോദിക്കുമ്പോ അതിനൊരു കാരണമുണ്ട്. ആ കാരണം വിശദീകരിച്ച്
അയാളെ ഇളക്കി വിട്ട് ജനങ്ങളെ കലക്കി വിട്ട് പരിപാടി നശിപ്പിച്ച് ഇതൊക്കെ പിന്നെ എന്താ പറയാ മൊത്തം ലൈറ്റും ബൾബും ഒക്കെ തച്ചു പൊട്ടിച്ച് ആവേശത്തോടുകൂടെ പോവുക. പോയവർക്കൊക്കെ ഓരോ സ്ഥലത്തും അർഹമായത് നിയമപരമായി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോളൂ സുഹൃത്തുക്കളെ, കണ്ടോ? ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ രീതി. ചില ആൾക്കാരെ കൊണ്ടുവന്നാലേ സുന്നത്ത് ജമാഅത്താണിത്. ഇതിന് നിന്നിരണോ? ഞങ്ങള് നിഷ്പക്ഷമതിയോട് ആലോചിക്കുക. ഇതിന് നിന്നിരണോ? ഇതിന് നിന്നിരണോ? ഞങ്ങള് ഇതിന് നിന്നേരാ വേണ്ടത്? ഞങ്ങൾക്ക് ജനങ്ങളോട് ഇനിയും വിശദീകരിക്കണം. മാന്യന്മാരായ മനുഷ്യന്മാർ ഇത് കാണാനിരിക്കുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ മജീദിന് മൊത്തം കേരളത്തിൽ എല്ലാ സ്ഥലത്തും മുടക്കിയതല്ല. എത്രയോ മുഖാമുഖങ്ങളിൽ മജീദ് വന്നിട്ടുണ്ട്. മജീദിനോട് ചോദിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് അയാൾ ചെയ്ത തോന്നിവാസം, അങ്ങനെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് മൈക്ക് കൊടുക്കാത്തത്. അയാളല്ലാതെ ഭൂമി ലോകത്ത് ആരെയും നിങ്ങൾ കൊണ്ടുവന്നോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെയും. പിന്നെന്താ ഒരു മജീദിന് മാത്രം പിടിച്ചിക്കണേ? ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളടുത്ത് ചോദ്യമല്ല. ഞങ്ങളിവിടെ ചോദിച്ചിരുന്നു, പ്രവാചകന്റെ ജന്മദിനാഘോഷിക്കുന്നത് സുന്നത്താണെന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരു ഇമാമിനെ, ഒരൊറ്റ ഇമാമിനെ കൊണ്ടുവന്നേരാൻ കഴിയോ ഞങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് കിതാബും കൊണ്ടുവരാൻ ഉസ്താദ്മാരെടുത്തില്ല. അപ്പൊ ഇവിടെ ഇരിക്കണ ഈ സാധാരണക്കാരായപ്പോ ഇവിടെ നമ്മളൊരു സുഹൃത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, അയാളെ പോലത്തെ ആൾക്കാരെന്താ ആലോചിക്കുക, എന്താ മജീദിന് കൊടുക്കാത്ത, എന്താ മജീദിന് കൊടുക്കാത്ത? ഞങ്ങൾ ചോദിക്കാണ്, എന്താ മജീദ് അല്ലാത്ത 1 കോടി മുസ്ലിംമാരെ കൊണ്ടുവന്നോളി. എന്താണ് സുഹൃത്തുക്കളെ അവര് ചോദിക്കാത്ത? ഇനി ഇവിടെ തന്നെ ചോദിച്ച ഉസ്താദ്മാര് അവരെന്തേ മസലിക്ക് വരാത്ത? അവരെന്താ നോക്കിങ്ങളതാ അതാ പോലീസാണ് വന്ന്. പോലീസ് വന്നപ്പോ പിന്നെ ആവേശമൊന്നും കാണാനല്ല അല്ലേ? പോലീസ് വന്നപ്പോ പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ ആവേശമൊന്നും കാണാനല്ല. എന്താണ് ആ ഉസ്താദുമാർക്ക് ചോദിക്കാതിരുന്നത്? എന്നിട്ട് അവസാനം ഇതിങ്ങനെ നീട്ടി കൊണ്ടുവന്ന് ഇതാ 10 മണിയോട് അടുക്കാണ്, 10 മണി കഴിഞ്ഞു, ചോദിക്കാൻ അവസരം തരാതെ പിരിച്ചുവിട്ടു എന്ന് പറയും ചെയ്യും. ആ ടെക്നിക്കാണ് നിങ്ങൾ പാസാക്കി. ഞങ്ങൾക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു, എന്ത് പരിപാടി കലക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഓരല്ലാതെ നിങ്ങൾ ആരെയും കൊണ്ടുവന്നോ? ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്താ എടുക്കാൻ പോകുന്ന ടെക്നിക്ക്, എന്താണ് എടുക്കാൻ പോകുന്ന ടെക്നിക്ക് എന്ന് അറിയണോണ്ട് തന്നെയാണ് സീഡ് റെക്കോർഡാണ് ഞങ്ങളത്. ഞങ്ങളുടെ സീഡ് റെക്കോർഡാ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ യൂട്യൂബ് കയറും. യൂട്യൂബ് നിങ്ങൾക്ക് കാണാം. എന്ത് ഞാൻ പറയുന്നുണ്ട് കൃത്യമായിട്ട്. പരിപാടി കലക്കാൻ വേണ്ടി കേരളത്തിൽ എല്ലാ സ്ഥലത്തും വരണ ചില ആൾക്കാരുണ്ട്, സാധു മനുഷ്യന്മാര്, സാധാരണക്കാര്. അവര് ചോദിക്കാൻ വരുമ്പോ അവരല്ലാതെ ആരെയും കൊണ്ടുവന്നോ? അതൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങൾ പലവരും അല്ലാത്തവരെ കൊണ്ടുവരൂ എന്ന് ആവർത്തിച്ചിട്ടും അലവി സക്കാഫിന്റെ അടുത്തേക്ക് എന്തേ വരാത്തു എന്ന് ചോദിച്ച അതേ ആൾക്കാര് എന്തേ ചോദിക്കായിരുന്നേ? മൈക്ക പലവരും കൈ തന്നിട്ട്, നിങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ കൈ തന്നിട്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ പറയാണ്, ഇവിടെ കെട്ടുകണക്കിന് കിതാബും കൊണ്ട് ആള് വരുന്ന വിചാരിച്ച് വന്നാൽ അവർക്ക് വേണ്ട ടേബിൾ ഒരുക്കി നിൽക്കായിരുന്നു ഞങ്ങള്. പക്ഷെ അവർ വന്നില്ല. അവസാനം ഒരു കിതാബിന്റെ ഒരു പേജെങ്കിലും തെറ്റുകൂടാതെ വായിക്കാൻ കഴിയാത്ത 2 വരിയെങ്കിലും, നേരത്തെ ഹർക്കത്തിടാത്ത 2 വരിയെങ്കിലും നേരെ വായിക്കാൻ കഴിയാത്ത മജീദ് എന്ന് പറയണേ വെറും എന്തോ ഒരു പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷനോ എന്തോ ഒരു പണിയും കൊണ്ട് കിടക്കണ ഒരു ചങ്ങാതി, അയാളെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ആക്കിയിട്ട് ചില ആൾക്കാർ പറ്റിക്കാൻ ശ്രമിക്കണത്. മനസ്സിലായില്ലേ? അയാൾക്ക് ഞങ്ങൾ പലവരും അവസരം കൊടുത്തതിൽ നിന്ന് ഞങ്ങൾക്കുള്ള പാഠം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് അവസരം കൊടുക്കാത്തത്. ഇനി ഇവിടെ ഞാൻ കൃത്യമായി എന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, സംവാദം വെട്ടത്തൂരിന്റെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു അധ്യായം പിറക്കാൻ പോവുകയാണ്. ഞങ്ങളെ സംവാദത്തിന് വിളിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും സംവാദത്തിന് പോയിട്ടുണ്ട്. ഇവിടുന്ന് 18 കിലോമീറ്റർ അപ്പുറത്ത് മണ്ണാർക്കാട് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംവാദം അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും നേതൃത്വം നൽകിയ സംവാദം യൂട്യൂബിൽ കിട്ടാനുണ്ട്. മണ്ണാർക്കാട് സംവാദം നിങ്ങൾ സെർച്ച് ചെയ്യുക. സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല. എഗ്രിമെന്റ് പേപ്പറുകളുടെ ഒപ്പുവെക്കാൻ ഒരു പേടിയുമില്ലെന്ന് കൃത്യമായി ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് നേരെ എന്താ മണ്ണാർക്കാട് സംഭവിച്ചേ? സംവാദം കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ പറഞ്ഞു തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല മുദ്രാവാക്യം. അപ്പൊ ആരോ ചോദിച്ചു, അല്ല കുട്ടികളെ നിങ്ങൾ തോറ്റുന്ന് പാരാ പറഞ്ഞേ? നിങ്ങൾ തോറ്റുന്ന് പാരാ പറഞ്ഞേ? എന്തൊരു ABCD ഉണ്ടായിട്ടുണ്ടല്ലോ. ABCD കണ്ടു. മണലടിയിൽ പുതിയ പള്ളി വന്നു. തൊട്ടടുത്ത സംവാദം എവിടെ? മംഗലാപുരത്ത്. ഈ 2 ആളെ പറ്റൂല എന്ന് മനസ്സിലായപ്പോ സാക്ഷാൽ പേരോട് ഹാജരായി. ഞാൻ വെറുതെ ഡയലോഗ് അടിക്കണല്ല, യൂട്യൂബിലുണ്ട്. എന്തുണ്ടായത്? കുഞ്ചത്തൂരിൽ പുതിയ മുജാഹിദ് പള്ളി 200 മീറ്റർ ഇപ്പുറത്ത്. അത് കഴിഞ്ഞു എടമുട്ടത്ത് സംവാദം നടന്നു. എടമുട്ടം സംവാദം നടുക്ക കലക്കി. ഉച്ചയ്ക്ക് ശേഷം വിശദമായ സമയം ഉണ്ടായിട്ടും ഒരു വാചകത്തിൽ പിടിച്ച് ബഹളുണ്ടാക്കി സംവാദം കലക്കി. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞു നമ്മള് മംഗലാപുരത്ത് EK വിഭാഗവുമായി സംവാദങ്ങൾ നടന്നു. തലശ്ശേരിയിൽ സംവാദം നടന്നു. ഇങ്ങനെ എത്രയോ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഇതിനുള്ള വ്യത്യാസം എന്താ അറിയോ?
ഇതിനുള്ള വ്യത്യാസം. ജനങ്ങൾ എത്ര പേര് വേണമെങ്കിലും പങ്കെടുക്കട്ടെ. വെട്ടത്തൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ പെർമിഷൻ പേപ്പറുമായി ബന്ധപ്പെട്ട് നാസർക്കനെ പോലത്തെ ആളുകൾ ഇടപെടണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അവിടെ വെച്ച് നമുക്ക് കാണാം, അവിടെ വെച്ച് നമുക്ക് വിശദീകരിക്കാം. അലവി സഖാഫി വരട്ടെ, ഞങ്ങൾക്ക് ചില കൃത്യമായ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് വെട്ടത്തൂരിലെ മനുഷ്യരെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മജീദിന് എന്താ അനുവാദം കൊടുക്കാത്തത് എന്ന ആ ഒരു ടിപ്പണി ഉണ്ടല്ലോ, ആ ടിപ്പണിമേ ഈ സംവാദത്തെ നിങ്ങൾ വിലയിരുത്തുന്നതിന് പകരം എന്തേ ആയിരക്കണക്കിന് ഉലമാക്കളുണ്ട് കൊണ്ടെന്നോ, ആരെ വേണമെങ്കിലും, മജീദല്ലാത്ത ആരെ വേണമെങ്കിലും കൊണ്ടെന്നോ മൈക്ക് തരാൻ റെഡിയാണ്, പ്രാദേശിക പരിമിതി ഒന്നുമില്ല എന്നാവർത്തിച്ചു പറഞ്ഞിട്ടും കഴിഞ്ഞ പരിപാടിയിൽ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ അതിവിടെ നിലനിന്നിട്ടും ഒക്കെ ഒരാളെപ്പോലും കൊണ്ടുവരാതെ അന്ന് തന്നെ ഉത്തരക്കാരായും അന്ന് തന്നെ ചോദ്യക്കാരായും ഒക്കെ പ്രത്യക്ഷപ്പെട്ട ആളുകൾ അവരുണ്ടായിട്ട് ഉസ്താദെ ഇന്ന കിതാബിലുണ്ട് എന്ന് പറയാതെ പോയത് നിങ്ങൾ കൃത്യമായി കാണുക. സംവാദത്തിന്റെ സന്നദ്ധത വീണ്ടും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വാശിയായി മാറിക്കൂടാ. ഒരുപക്ഷെ ഞാൻ എന്റെ കഴിഞ്ഞ ഖണ്ഡന പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷണ പരിപാടിയുടെ അവസ്ഥയായിരിക്കുകയില്ല ഒരു ഖണ്ഡന പ്രസംഗം, ഒരു സംവാദം, ഒരു മുഖാമുഖം. അവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രഷറുകളും വൈകാരികതകളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും. അതൊക്കെ നമ്മൾ മറക്കുന്നു, പരസ്പരം പൊറുക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഖബറിനെ കുറിച്ച് മാത്രം ആത്മാർത്ഥമായി ആലോചിക്കുന്നു, നമ്മുടെ ഖബറിനെ കുറിച്ച് മാത്രം. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം ഒരു പരിഭാഷയിലെ ഒരു ആയത്തെങ്കിലും മറിച്ചിട്ട് ഒന്ന് നോക്കിയിട്ടാണോ എന്റെ സുന്നി സുഹൃത്തുക്കളെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്? ഞാൻ ഓരോന്നും അങ്ങനെ നോക്കിയിട്ടാ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇവിടെ എത്ര ആളെ വീട്ടിൽ ഖുർആൻ പരിഭാഷ ഉണ്ട് സുഹൃത്തുക്കളെ? എത്ര ആളുകൾക്ക് ഖുർആനിലെ പിന്നെ നമസ്കാരത്തിലോതുന്ന അധ്യായങ്ങളുടെ അർത്ഥം അറിയും സുഹൃത്തുക്കളെ? എവിടേക്കാണ് ഈ വാശി? കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോരുത്തരും അവരുടെ അവകാശവാദങ്ങളായിട്ട് പോവുക. അവസാനം മുദ്രാവാക്യം മുഴക്കിയവരും നമ്മളെ കൂക്കി വിളിക്കാൻ പ്രേരിപ്പിച്ചവരും നമുക്ക് പ്രോത്സാഹനം തന്നവരും മുൻധാരണയുടെ ഫ്രെയിമിൽ തന്നെ നിർത്തി നമ്മളെ നിരന്തരം ഈ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയവരൊന്നും ഖബറിലേക്ക് വരില്ലെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഷഹദ്, നാഥാ നീ സാക്ഷിയാണ്, നാഥാ നീ സാക്ഷിയാണ്. ഞാൻ ഈ പറഞ്ഞത് എന്റെ നാട്ടുകാർ കേട്ടിട്ടുണ്ട്. നാളെ പരലോകത്ത് നിന്ന് എന്റെ അടുത്ത് വന്നിട്ട് എന്തുകൊണ്ട് വിശദീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് വിശദീകരിച്ചില്ല എന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ അതിലെനിക്ക് ഉത്തരവാദിത്തമില്ല. ഇനിയും പരിപാടികളുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു വരും. അവിടെ ഓരോരുത്തരും ഓർക്കുക, ഓരോരുത്തരും ശ്രദ്ധിക്കുക, നരകം താങ്ങാൻ പറ്റണ ഒന്നല്ല ആ ഓർമ്മ ഓരോരുത്തർക്കും ഉണ്ടാകുക. ഇവിടെ ഈ പരിപാടി താൽക്കാലികമായി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി സംവാദത്തിൽ വെച്ച് വെട്ടത്തൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടോ അല്ലെങ്കിൽ നരന്നപറമ്പിലെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ നമ്മുടെ ചില സുഹൃത്തുക്കളുടെ സ്ഥലമോ സൗകര്യപ്പെട്ട സ്ഥലമോ അവിടെ നമുക്ക് കാണാം. അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് മുജാഹിദ് ആദർശ വിശദീകരണ പരിപാടികൾ ഉണ്ടാകും. അത് SSLC പരീക്ഷക്കുള്ള കുട്ടികൾക്ക് പ്രയാസമാകാത്ത രീതിയിൽ അതിന്റെ ശേഷമായിരിക്കും നമ്മുടെ വിശദീകരണ പരിപാടികളും അതേപോലെ ഡോർ ടു ഡോർ സംരംഭങ്ങളും വ്യക്തിഗത ദഅവയും ഒക്കെ നടക്കുക. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂള് പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ പണി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ശനി നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അടുത്തതിന്റെ തൊട്ടടുത്ത ശനിയാഴ്ചയോടുകൂടെ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങളൊക്കെ വരിക. ഈ പ്രഷറൊന്നുമില്ലാതെ അടുത്തിരുന്ന് നമുക്ക് ചോദിക്കാം, അല്ലെ? സാങ്കേതികത്വങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളില്ലാതെ മൈക്രോഫോൺ ഇല്ലാതെ നമുക്കൊക്കെ പരസ്പരം അടുത്തിരുന്ന് ഇങ്ങനെ ഒരു കിതാബിലുണ്ടല്ലോ, എന്താണ് അതിന്റെ വസ്തുത എന്ന് നമുക്കൊക്കെ ചോദിക്കാം. അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടും പഠിച്ചതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും തന്നെയാണ് മാറിയത്. കുടുംബങ്ങളിൽ പലപ്പോഴും പല പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സഹകരിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും സഹകരിക്കലുണ്ട്. മൗലൂദായിട്ട് സഹകരിക്കാൻ പറ്റൂല, ബുർദാപാരായണമായിട്ട് സഹകരിക്കാൻ പറ്റൂല. അതിലെ വേദനയുണ്ട്. എന്താ? അത് സഹകരിച്ചാൽ കുടുംബത്തിന്റെ തൃപ്തി കിട്ടും, നാട്ടുകാരുടെ തൃപ്തി കിട്ടും, പടച്ചവന്റെ തൃപ്തി കിട്ടുകയില്ല എന്ന ആത്മാർത്ഥമായ പേടി മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും പറയാണ്, നാളെ മൗലാന ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന മൗലാന ഹോസ്പിറ്റലിന്റെ അതേ സൈഡിലുള്ള സ്ഥലത്ത് ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് 2 പ്രൗഢമായ വിഷയാവതരണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോരുത്തരും അതിന്റെ ഭാഗമാവുക. മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് പന്നിപ്പാറയിൽ വെച്ച് മുഖാമുഖം നടക്കുന്നു. സാധ്യമാകുന്ന ആളുകൾ, പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ, ഓൺലൈനിൽ ഇത് കേട്ട എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരടക്കമുള്ളവർ ഓൺലൈനിലോ അല്ലാതെയോ ഇത്തരം സംരംഭങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗം അവൻ നമുക്ക് നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖിന് അല്ലാഹു നൽകുമാറാകട്ടെ. തിങ്കളാഴ്ച പുന്നക്കാട്
സെന്ററിൽ ഫൈസൽ മൗലവി സംസാരിക്കുന്നുണ്ട്. പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകൾ പങ്കെടുക്കുക. അള്ളാഹു അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടാക്കുന്ന വസ്വാസുകളിൽ കുടുങ്ങാതെ കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം ബോധപൂർവം വിചാരണ നടത്താനും ആലോചിക്കാനുമുള്ള അവസരത്തെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.